ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തിത്വങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വളരെ വേദനാജനകമായ, അത്യന്തം ഖേദകരമായ സംഭവങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 85% ഹിന്ദുക്കളുള്ള ഈ ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും ആരാധ്യ പുരുഷന്മാരിൽ ഒരാളായിട്ടുള്ള പൂർണ്ണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മജയന്തിയോടനുബന്ധിച്ചുള്ള ഒരാരാധന പോലും നടത്താൻ ഇവിടെ അനുവാദം കിട്ടുന്നില്ല എന്ന അത്യന്തം ഗുരുതരമായ ആരാധനാ സ്വാതന്ത്ര്യ നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഗണേശോത്സവം നടത്താൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കിയിട്ട് ഗണേശൻ മിത്താണ് എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികൾ സാക്ഷാൽ ഗണപതിയുടെ വിശ്വാസികളുടെ ഗണേശോത്സവത്തെ തടയുന്നു, അപഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു, പുലഭ്യം പറയുന്നു. ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ സമ്മതിക്കുന്നില്ല. ഈ നാട്ടിലെ ഹിന്ദുക്കൾ, ഹൈന്ദവ വിശ്വാസികൾ, ശ്രീകൃഷ്ണ ഭക്തന്മാർ, ഗണേശ ഭക്തന്മാർ, അവർക്കവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മൂടതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കാം. ഹിന്ദുക്കള് പാകിസ്ഥാനിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? സൗദി അറേബ്യയിൽ പോയിട്ട് ഗണേശോത്സവം നടത്തണോ? ചൈനയിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? ഹിന്ദുക്കൾക്ക് അവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് ഈ അക്രമിക്കൂട്ടം ഉദ്ദേശിക്കുന്നത്? ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന മേഖല ഇവിടെ അത്ര മോശമൊന്നല്ല. ഈ ശ്രീകൃഷ്ണ വിശ്വാസികളുടെ പ്രസ്ഥാനം, അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ 15 വാർഡിൽ 9 വാർഡിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ തീരെ ആളില്ലാത്തൊരു പ്രസ്ഥാനമൊന്നുമല്ല. ഇനി ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും, ശക്തിയുണ്ടെങ്കിലും ശക്തിയില്ലെങ്കിലും, ഈ നാട് എന്ന് പറയുന്നത് ഇവിടെ അനുവദിച്ചിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്കാരാ അനുവാദം തന്നിരിക്കുന്നത്? നിങ്ങളിവിടെ RSS നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ, ഈ കൂപമണ്ഡൂകങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ തോന്നില്ല. എടോ CPM-മാരാ, ഡൽഹിയിലെ RSSകാർ CPM നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചാൽ നിന്റെ സഹാക്കന്മാർ ചപ്പാത്തി നിന്നിട്ട് ഡൽഹിയിലെ ആഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഉണ്ടല്ലോ, ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ, അവിടെ ആഫീസിൽ കയറണമെങ്കിൽ, ആഫീസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ RSSകാരുടെ അനുവാദം വേണം. 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് 100 ആളെ ഡൽഹിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊരു AKG ഭവനുണ്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഞാനവിടെ പോയിട്ടുണ്ട്, അതിന്റെ പരിസരത്തുള്ള മുഴുവൻ വാർഡുകളും ജയിച്ചിരിക്കുന്നത് BJP ആണ്. ആ വാർഡും
CPM ഇതുവരെ ഡൽഹിയിൽ പാർലമെന്റിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? അസംബ്ലിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? 100 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഡൽഹിയിൽ? ഞാനൊരു സഖാവിനോട് ചോദിച്ചു, അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ മലയാളിയായ കണ്ണൂർ ജില്ലക്കാരനായ ഒരു സഖാവിന് അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് മത്സരിച്ചൂടെ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത്, മത്സരിച്ചാൽ പിന്താങ്ങാൻ BJP-ക്കാർ ആളെ തരുമോ? ഞങ്ങൾക്കിടെ പിന്താങ്ങാൻ ആള് വേണ്ടേ? നോമിനേഷനിൽ ഒപ്പിട്ട് കൊടുക്കാൻ പിന്താങ്ങാൻ ഒരാൾ പോലുമില്ല ഡൽഹിയിൽ. അങ്ങനെ ഇന്ന് വരെ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4 ടേമായിട്ട് ആ ഡൽഹിയിൽ 7 BJP 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എല്ലാ സീറ്റും ജയിക്കുകയാണ്. കഴിഞ്ഞ 10ലധികം കൊല്ലമായി ആപ്പിന്റെ കയ്യിലായിരുന്ന ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ശക്തി പോട്ടെ, RSS എന്ന് പറയുന്നത് അവിടെ ബസ്തി എന്നാണ് പറയുക. RSSന്റെ ഒരു സ്ഥലത്തിന് ബസ്തി എന്നാണ് ഡൽഹിയിൽ പറയുക. മഹാനഗരമുണ്ട്, നഗരമുണ്ട്, ബസ്തിയുണ്ട്. ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി RSSന് ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും പ്രവർത്തനമുണ്ട്. ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തനമുണ്ട്, നഗരങ്ങളിൽ പ്രദേശമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ പ്രവർത്തനമുണ്ട്. RSSന്റെ പ്രവർത്തനമില്ലാത്ത ഒരു തരി മണ്ണ് പോലും ഡൽഹിയിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ CPM-ന്റെ പ്രവർത്തനത്തിന് വല്ല തടസ്സം അവരുണ്ടാക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ ഇതുപോലെ CPM നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് നിങ്ങളുടെ പ്രവർത്തനത്തെ തടയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് കാസർഗോഡ് മഞ്ചേശ്വരം കഴിഞ്ഞാൽ അവിടെ മംഗലാപുരമുണ്ട്. ആ മംഗലാപുരം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണ് മംഗലാപുരം. അവിടെ CPM പ്രവർത്തിക്കുന്നില്ലേ? അവിടെ എന്തോ പ്രശ്നമുണ്ടോ? അതുകൊണ്ട് നിങ്ങള് ഇപ്പോൾ ഹിന്ദു സമൂഹം നടത്തുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്, ഇത്തരം ഭീകരത അടിച്ചേൽപ്പിക്കുന്നത്, ഇത്തരം അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, ശ്രീകൃഷ്ണ ജയന്തി അലങ്കോലപ്പെടുത്തുന്നത് പോലീസിനെ ഉപയോഗിച്ച് അതിന്റെ പിന്തുണയോടുകൂടി ഗണേശോത്സവത്തെ ഇല്ലാതാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആരെ സന്തോഷിപ്പിക്കാനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ വിവേകമുള്ള ആളുകൾക്ക് നന്നായി അറിയാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടാവോ? ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് കൊമ്പത്തെത്തിപ്പോവോ? ഒരു കാര്യം മാത്രമേ നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളൂ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് 5127 കൊല്ലം മുമ്പാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരകൃത്യം പൂർത്തിയാക്കി വിഷ്ണുപദത്തിലേക്ക് തിരിച്ചു പോയത്. 5127 കൊല്ലം. ആ 5127 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യാവതാരത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 5127 കൊല്ലം മുമ്പ് ജീവിച്ച ആ അവതാര പുരുഷനെ കുറിച്ച് ഈ ചിറ്റാരിപ്പറമ്പിലെയും കണ്ണൂരിലെയും കേരളത്തിലെയും ഭാരതത്തിലെയും ഒറിയയിലെയും ബംഗാളിയിലെയും കാശ്മീരത്തിലെയും തമിഴ്നാട്ടിലെയും ബാംഗ്ലൂരിലെയും ആസേതു ഹിമാചലം എവിടെയുള്ള സ്ഥലത്ത് പോയി ഒരു പിഞ്ചു കുഞ്ഞിനോട് 4 വയസ്സുള്ള 5 വയസ്സെങ്കിലുമായ ഒരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിക്കൂ,
ഈ കൃഷ്ണനെ കുറിച്ച് കൃഷ്ണന്റെ പേര് പറയണ്ട, കൃഷ്ണന്റെ അച്ഛന്റെ പേര് പറയണ്ട, അമ്മയുടെ പേര് പറയണ്ട, ഒന്നും പറയണ്ട. ഇങ്ങനെ ചോദിച്ചാൽ മതി, കയ്യിൽ മയിൽപ്പീലിയുള്ള, തലയിൽ മയിൽപ്പീലിയുള്ള, കയ്യിൽ ഓടക്കുഴലുള്ള എന്ന് പറയുമ്പോ ഭാരതത്തിൽ എവിടെയുള്ള കുട്ടിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ആ കുട്ടി തന്റെ പിഞ്ചിളം ചൊടി വിടുർത്തിയിട്ട് പിളുർത്തിയിട്ട് കൃഷ്ണൻ കൃഷ്ണൻ കണ്ണൻ കണ്ണൻ എന്ന് പറയും. 5127 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യാവതാരമായിരുന്ന ആ അവതാരമൂർത്തിയുടെ പ്രാധാന്യം അതാണ്. നിങ്ങൾ ഈ കാറൽ മാർക്സിന്റെ ചിത്രം എടുത്തിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് ആ താടിയും മുടിയാലുള്ള മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഈ ആരാന്ന് ചോദിച്ചാൽ എത്ര ആൾക്കറിയാം? എത്ര ആൾക്ക് മനസ്സിലാവും? എത്ര ആൾ തിരിച്ചറിയും? നിങ്ങൾ ഭയങ്കര പ്രത്യയശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, സോഷ്യലിസമാണ്, നിങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോടൊക്കെ കളിക്കുമ്പോ കുറച്ച് ആലോചിച്ചും സൂക്ഷിച്ചും കളിക്കുന്നത് നല്ലതാണ്. ഈ ഭാരതത്തിലെ ജനതയുടെ അന്തരാത്മാവിലെ ഏറ്റവും വൈകാരികമായ ഒരു ബിംബമാകുന്നു കൃഷ്ണൻ. ആ കൃഷ്ണനെ ആബാലവൃദ്ധം ആളുകളും അവരുടെ കുടുംബത്തിലെ ഒരാളായി, അംഗമായി കരുതി ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോട് കളിക്കുമ്പോ നിങ്ങളിപ്പോ പറയുന്നത് കൃഷ്ണനെ ജപിക്കാൻ പാടില്ല, കൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല എന്നാണ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ കാണുന്നത്? അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അതിൽ പ്രവേശനം നിഷേധിക്കുന്നുണ്ടോ? അതിൽ മുദ്രാവാക്യമല്ലോ ഭജനയല്ലേ? ഭജന പാടുകയല്ലേ? കൃഷ്ണനാമ സങ്കീർത്തനങ്ങൾ നടക്കുകയല്ലേ? നന്ദലാലായുധു നന്ദലാല, അതാണ് വിളിക്കുന്നത്. വൃന്ദാവന ഗോവിന്ദലാല, രാധാ മാധവ നന്ദലാല, രാധാ മാധവ ഭജനയാണ്. അങ്ങനെ ഭജന നടത്തിയിട്ട് കൃഷ്ണനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് നന്ദകുമാര നവനീത ചോര ആലില കണ്ണ ശ്രീഹരേ നാമജപമാണ്. ഭഗവാന്റെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ട്, നാമങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ട് ആണ് ശോഭായാത്ര നടത്തുന്നത്. ഒരു രാഷ്ട്രീയവും ഇല്ല, ആരെയും ആക്ഷേപിക്കില്ല. ഈ ഭജന പാടി നീങ്ങുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ അവരുടെ സ്കൂളിൽ പഠിച്ച അവരുടെ ഭജന പാടിയത് എന്നാണ്, മണ്ണന്തറയിൽ പാടിയത് എന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. അവര് പഠിച്ചതാണ് അവർ പറയുന്നത്. ആ പഠിച്ചത് ഇങ്ങനെ പാടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്തായാലും നമുക്ക് ദോഷമായിട്ട് വരില്ല. വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമുണ്ട്. ഹിരണ്യകശിപുവിനെ കൊന്ന ഒരു നരസിംഹമൂർത്തിയുണ്ട്. ആ നരസിംഹമൂർത്തി ഹിരണ്യകശിപു എന്ന അസുര ചക്രവർത്തി, ആ അസുര ചക്രവർത്തിക്ക് ഒരു മകനുണ്ടായി. ആ മകന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രജകളെ ആഹ്ലാദിപ്പിച്ചവൻ എന്നാണ് പ്രഹ്ലാദൻ എന്ന വാക്കിന്റെ അർത്ഥം. അവൻ കുഞ്ഞുനാളിൽ തന്നെ അവൻ നാരായണ നാരായണ എന്നിങ്ങനെ ജപിക്കും. അപ്പൊ ഹിരണ്യകശിപു അവനോട് പറയുന്നത്, നീ ഹിരണ്യായ നമഃ ഹിരണ്യായ നമഃ എന്ന് ജപിക്കണം. നീ എന്റെ മകനാണ്, നീ എന്റെ കൊട്ടാരത്തിലാണ്,
ഇത് ഹിരണ്യന്റെ രാജ്യമാണ്, നീ ഇതേ അനുസരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പ്രഹ്ലാദൻ ഹിരണ്യായ നമഃ എന്ന് ജപിക്കുന്നതിന് പകരം നാരായണ നാമ തന്നെ ജപിച്ചു. അത് കുറെ കഴിഞ്ഞപ്പോ അയാൾക്ക് സഹിട്ടു. ഈ കുഞ്ഞിനെ തീയിലിട്ടു കൊല്ലാൻ നോക്കി, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, ഇതൊക്കെ ചെയ്തു. പക്ഷെ അവൻ കൂസിയില്ല. ആ അസുരക്കോട്ടയ്ക്കുള്ളിൽ തന്നെ, കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ തന്നെ, ഇവിടെയൊക്കെ ചില കോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കോട്ട കൊത്തളങ്ങൾക്കുള്ളിൽ തന്നെ അവൻ നാരായണ നാമ ചോദിച്ചു. അവസാനം സഹികെട്ട് ഹിരണ്യൻ ഹിരണ്യനെ സംബന്ധിച്ചിടത്തോളം ഹിരണ്യന് അധികാരമുണ്ട്, ഹിരണ്യന് സമ്പത്തുണ്ട്, ഹിരണ്യന് സൈന്യമുണ്ട്, ഹിരണ്യന് വരബലമുണ്ട്, കരബലമുണ്ട്. ഹിരണ്യൻ നേടിയ വരം ഒന്ന് മനുഷ്യന് കൊല്ലാൻ പറ്റില്ല, മൃഗത്തിന് കൊല്ലാൻ പറ്റില്ല. രണ്ടാമതൊരു വരം നേടിയത് രാത്രി കൊല്ലാൻ പറ്റില്ല, പകല് കൊല്ലാൻ പറ്റില്ല. മൂന്നാമത് ഹിരണ്യൻ നേടിയ ഒരു വരം അകത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല, പുറത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല. നാലാമത് ഹിരണ്യൻ നേടിയ ഒരു വരം ഭൂമിയിൽ നിന്ന് കൊല്ലാൻ പറ്റില്ല, ആകാശത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് എന്താ പേടിക്കാനുള്ളത്? മനുഷ്യൻ കൊല്ലില്ല, മൃഗം കൊല്ലില്ല, ഭൂമിയിൽ നിന്ന് കൊല്ലില്ല, ആകാശത്ത് നിന്ന് കൊല്ലില്ല, അകത്തുനിന്ന് കൊല്ലില്ല, പുറത്തുനിന്ന് കൊല്ലുന്നില്ല, പകല് കൊല്ലില്ല, രാത്രി കൊല്ലില്ല. അത്രയും വരം നേടിയിട്ടാണ് അഹങ്കരിക്കുന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, നീ ഇപ്പൊ നാരായണ നാരായണ എന്നൊക്കെ ജപിക്കുന്നുണ്ടോ? നീ പറയുന്ന നാരായണൻ എവിടെയാണോ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈ നാരായണനുണ്ട് എന്ന് പിഞ്ചു ബാലനായ പ്രഹ്ലാദൻ പറയുകയാണ്. അവന് ഭഗവാൻ നൽകിയത് ആ ഒരു ആത്മവിശ്വാസമുണ്ട്, ഭഗവാന്റെ ഭക്തി നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോഴാണ് ഹിരണ്യൻ ചോദിക്കുന്നത്, നീ പറയുന്ന ഈ ഭഗവാൻ നാരായണൻ ഈ തൂണിലുണ്ടാ എന്നാണ് ചോദിക്കുന്നത്. തൂണ് എന്ന് പറയുന്നത്, തൂണ് ഒരു പ്രതീകമാണ്. തൂണ്, ആ തൂണിനെ അടിച്ചാലോ തൂണിനിടിച്ചാലോ തൂണൊന്നും പറയില്ല. തൂണ് ഒരു സിംബലാണ്. തൂൺ എന്ന് പറയുന്നത് പ്രതികരണമില്ലായ്മയുടെ പ്രതീകമാണ് തൂണ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹവും അങ്ങനെയാണ്. ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് തൂണ് പോലെയാണ്. എന്ത് ചെയ്താലും കേട്ടാലും ആക്ഷേപിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും പ്രതികരണമില്ലായ്മയുടെ പ്രതീകമായിരുന്നു. ഈ തൂണ് പോലെയായിരുന്നു ഹിന്ദു സമൂഹം. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൂണിലുമുണ്ട് എന്നവൻ വിശ്വാസത്തോടുകൂടി പറയാണ്. ആ തൂണ് ആഞ്ഞു വെട്ടിയപ്പോൾ ആ തൂണിൽ നിന്നും നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ പുറത്തേക്ക് ചാടിയ നരസിംഹമൂർത്തി ഹിരണ്യനെ എടുത്ത് തന്റെ മടിയിൽ വെച്ച്, ഭൂമിയിലും ആകാശത്തുമല്ലാതെ തന്റെ മടിയിൽ വെച്ച്, നരസിംഹമൂർത്തി വാതിൽപ്പടിയിലിരുന്ന്, അകത്തും പുറത്തുമല്ലാതെ വാതിൽപ്പടിയിലിരുന്ന്, നരസിംഹമൂർത്തി രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാനേരത്ത് വാതിൽപ്പടിയിലിരുന്ന് മടിയിൽ വെച്ച് നരസിംഹമൂർത്തി, മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹമൂർത്തി ഹിരണ്യകശുവിന്റെ കഥ കഴിച്ചത് ഈ കൃഷ്ണന്റെ, മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് എന്നും, ഈ കോട്ടകളിൽ തന്നെ ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ ആക്ഷേപിച്ചാലും അപഹാസിച്ചാലും സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ എല്ലാ കോട്ടകത്തളങ്ങളിലും ഇതുപോലെ പ്രഹ്ലാദന്മാർ, നൂറുകണക്കിന് പ്രഹ്ലാദന്മാർ ജനിച്ചിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. കൃഷ്ണൻ എന്തായിരുന്നത്? കൃഷ്ണൻ പ്രതികൂല സാഹചര്യത്തിലാണ് ജനിച്ചത്. തടവറയിലായിരുന്നു പറവി, ജയിലിൽ ജനിച്ചു. ജനിച്ചന്ന് രാത്രി തന്നെ സ്വന്തം അമ്മയുടെ മാറിടത്തിൽ നിന്ന് ആ ചോരക്കുഞ്ഞ് അവിടുന്ന് വിടുതൽ നേടിയിട്ട് ഘോര മഴയത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് തന്റെ പിതാവ് വളരെ ദൂരെ ഒരു ഗ്രാമത്തിൽ അമ്പാടിയിൽ ചെന്ന് അവിടെ പ്രസവിച്ച ഒരമ്മയുടെ മാറിടത്തിൽ ചേർന്ന് കിടക്കുകയായിരുന്ന പെൺകുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരികയാണ് നന്ദഗോപൻ. അങ്ങനെ
പ്രസവിച്ച അന്ന് തന്നെ സ്വന്തം മാതാവിൽ നിന്നും വേർപിരിയേണ്ടി വന്ന ആ കുഞ്ഞ്, കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കുഞ്ഞ് പിന്നീട് ആ കുഞ്ഞിനു നേരെ, ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ആക്രമണങ്ങൾ നടന്നു. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദേവകി പെറ്റുണ്ടാവുന്ന 8ാമത്തെ കുഞ്ഞാണ് നിന്നെ കൊല്ലുക എന്ന് കംസൻ അറിയാമായിരുന്നിട്ടും, തന്നെ കൊല്ലുക എന്ന് കംസൻ അറിയാമായിരുന്നിട്ടും ദേവകി പെറ്റ 1ാമത്തെ കുഞ്ഞിനെ വരെ കൊന്നു തീർത്തു. 7ാമത്തതും കൊന്നു. ദേവകി നെഞ്ച് പൊട്ടിക്കൊണ്ട് ചോദിച്ചു, 8ാമത്തെ കുഞ്ഞാണ് നിന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കംസ, എന്തിനാണ് എന്റെ ഈ കുഞ്ഞിനെയൊക്കെ കൊല്ലുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ 8ാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞായിട്ട് പോലും ജയില് തുറന്നു നോക്കുമ്പോ പെൺകുഞ്ഞിനെയാണ് കിട്ടിയത്. ആൺകുട്ടി കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഇത് മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനെ കൊല്ലാം എന്ന് കംസൻ തീരുമാനിച്ചില്ല. കംസൻ അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. അതുകൊണ്ട് കംസൻ തീരുമാനിച്ചത് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെ വെച്ചക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആ കുഞ്ഞിനെ കരിമ്പാറയിൽ കാൽ പിടിച്ച് തലയടിച്ച് തല തകർത്ത് കൊല്ലാൻ വേണ്ടി ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കുഞ്ഞിന്റെ കാലിലെ പിടുത്തം വിട്ട് ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോ ആ കുഞ്ഞു പറഞ്ഞു, അരേ ദുഷ്ട നിശാചര കംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു എന്ന് പറഞ്ഞ് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ദുഷ്ട കംസ, നീ പെൺകുട്ടിയെ പോലും ഉപദ്രവിക്കുന്ന, നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത്. ആ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു വരുമ്പോ പറഞ്ഞ ആ കാര്യം കേട്ട കംസൻ പിന്നീട് തന്റെ അന്തകൻ ഭൂമിയിൽ തന്നെ ജനിച്ചു എന്ന് പറഞ്ഞിട്ടും പറഞ്ഞത് കേട്ട് അന്നും തലേന്നുമായി ജനിച്ച മുഴുവൻ കുട്ടികളെയും കൊന്നുകളഞ്ഞു. നിരപരാധികളായ കുഞ്ഞുങ്ങളെ. പക്ഷെ എന്നിട്ടും കൃഷ്ണന് കിട്ടിയോ? ആ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസന്റെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും നിയോഗിച്ചു. ചാടായി വന്നു ചകടാസുരൻ, ചാടാനൊരും വെട്ട് മുകുന്ന നേത്രൻ. അങ്ങനെ അഘാസുരനായും ബഗാസുരനായും തൃണാവർത്താസുരനായും വ്യത്യസ്ത രീതിയിലുള്ള അസുരന്മാർ വന്നു കൊല്ലാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം പൂതന വന്നു. മുലപ്പാലിൽ വിഷം പുരട്ടി കൊല്ലാൻ വേണ്ടി വന്നു. കംസന്റെ ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു പൂതന. പൂതനയും വന്നു. ഇവരെല്ലാവരും വന്നിട്ടും 3ാമത്തെ വയസ്സിനുള്ളിൽ 8 ഭീകരാക്രമണങ്ങൾ നേരിടേണ്ടി വന്നയാളാണ് കൃഷ്ണൻ. 8 ഭീകരാക്രമണം. ആ 8 ഭീകരാക്രമണങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി കണ്ണൻ. നിങ്ങൾ കളിക്കുന്ന ആരോടാണ് സൂക്ഷിച്ച് കളിക്കണം. 3ാമത്തെ വയസ്സിൽ 8 ഭീകരാക്രമണങ്ങളെ തോൽപ്പിച്ചവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ പിന്നീട് നടത്തിയ പ്രവർത്തനം ഓരോന്നും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ കൃഷ്ണന്റെ ഒരു നയമുണ്ട്. ആ നയം കൃഷ്ണനെ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ ജരാസന്ധനുണ്ട്. വലുതായപ്പോ ജരാസന്ധൻ, കംസന് വേണ്ടി ജരാസന്ധൻ കൃഷ്ണനെ വെറുതെ എന്തെങ്കിലും ചിണുങ്ങിയിട്ട് ഉപദ്രവിക്കും, അപവാദം പറയും, ആക്ഷേപിക്കും. അപ്പോ കംസൻ ജരാസന്ധനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജരാസന്ധ, നീ എന്നെ കുറെ കാലമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ പ്രകോപിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ പ്രകോപിതനാകാൻ തയ്യാറില്ല. കൃഷ്ണൻ പറഞ്ഞു, കാരണം നീയല്ല ഞാൻ, നിന്റെ സ്വഭാവമല്ല എന്റെ സ്വഭാവം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പ്രകോപിപ്പിക്കുന്നതെല്ലാം ഞാൻ എണ്ണി വെക്കുന്നുണ്ട്. എപ്പോഴാണോ 100 ആവുന്നത് ആ 99 വരെ ഞാൻ ക്ഷമിക്കും. പക്ഷെ 100ാമതും നീ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചാൽ ഞാൻ നിനക്ക് അന്നേരം കാണിച്ചു തരാം എന്ന് കൃഷ്ണൻ പ്രഖ്യാപിച്ചു. അപ്പൊ എന്നിട്ടും ജരാസന്ധൻ അടങ്ങിയില്ല. ജരാസന്ധൻ കൃഷ്ണനെ ഉപദ്രവിക്കാൻ തുടങ്ങി.
കൃഷ്ണൻ എണ്ണി 1, 2, 3, 4, 5 എങ്ങനെ 99 കൃഷ്ണൻ പറഞ്ഞു ഇനി എനിക്ക് ഒരു ചാൻസും കൂടിയുണ്ട്. പക്ഷെ ജരാസന്ധൻ 100ാമത്തും പ്രവർത്തിച്ചു കൃഷ്ണനെതിരായിട്ട്. കൃഷ്ണൻ പറഞ്ഞു ഇനി എനിക്ക് വാക്കു പാലിച്ചേ പറ്റുമെന്ന്. ജരാസന്ധനെ കടന്നെടുത്ത് പിടിച്ച് ജരാസന്ധന്റെ 2 കാലും പിടിച്ച് പിച്ച് ചീന്തി 2 വശങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ കൃഷ്ണനാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മാതൃകാ പുരുഷോത്തമൻ, ആരാധ്യ പുരുഷോത്തമൻ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ നിലയിൽ എണ്ണി വെക്കുന്നുണ്ട്. ആ എണ്ണം പൂർത്തിയാകുമ്പോ നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകോപനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദം ഒരുപാട് കാലമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, എപ്പോഴും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, നിങ്ങൾ ആക്രമിക്കുമ്പോഴല്ലോ നിശബ്ദമായി ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് വിവേകശാലികളായ ആരെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ കളി തീക്കളിയാണ് എന്ന്, ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന്. ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ വളരെ സമാധാനപരമായ ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമാധാനപരമായ സാഹചര്യം ഇവിടെ നിലവിൽ വന്നത് എങ്ങനെയാണ്? അത് ഔദാര്യമായിട്ട് കിട്ടിയൊന്നല്ല. CPM-ന്റെ ഔദാര്യമായിട്ട് കിട്ടിയൊന്നല്ല. അത് ഫൈറ്റ് ചെയ്ത് നേടിയാണ്, പൊരുതി വാങ്ങിയതാണ്, യുദ്ധം ചെയ്ത് വാങ്ങിയതാണ്. ഈ നാട്ടിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ നാട്ടിന് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ ഈ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ചില ചെങ്കോട്ടകളിൽ നിങ്ങൾ ഇങ്ങോട്ട് കടക്കരുത്, നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കരുത്, ഇത് നിങ്ങളുടെ നിരോധിത മേഖലയാണ് എന്നൊക്കെ തീർത്തും ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി, ഈ നാട്ടിലെ നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായി തങ്ങളുടെ പൊന്നാപുരം കോട്ടയായി ചില പ്രദേശങ്ങൾ അടക്കി ഭരിച്ച ജന്മിത്വത്തിന്റെ ആ നിലയിലുള്ള പ്രവർത്തനത്തിനെതിരായി നടന്ന പോരാട്ടത്തിന്റെ ഭാഗമായി ആ കോട്ടകൊത്തളങ്ങൾ തകർത്ത് നേടിയതാണ്, പൊരുതി വാങ്ങിയതാണ് ഈ പറയുന്ന ജനാധിപത്യപരമായ അവകാശങ്ങൾ. നിങ്ങളിപ്പോ RSS നിരോധിത മേഖല എന്ന് എഴുതി വെച്ചില്ലേ? നിങ്ങൾ നോക്കിക്കോ, എഴുതി വെച്ചോളൂ. CPM-കാർ എഴുതി വെച്ചോളൂ, CPM-മാർ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയത് 200 സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ വിചാരിച്ച പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ അടുത്ത നിമിഷം നിങ്ങളെ കൊമ്പ് കൊത്തിച്ച് നിങ്ങളെ ക്ഷാപരപ്പിക്കാനുള്ള കരുത്ത് ഈ സ്ഥലങ്ങളിൽ സംഘപ്രസ്ഥാനങ്ങൾ ഇവിടെ നേടിക്കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതൊന്ന് ഇരട്ടിയാക്കിയാൽ നിങ്ങൾ അനങ്ങൂല, പൂച്ച പിടിച്ചിരിക്കും. അതിനുള്ള പണിയാ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കരുത്, ഭീഷണിപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്താൻ നോക്കരുത്. നടക്കില്ല. 50 കൊല്ലം മുമ്പ് നടന്നിട്ടില്ല, 40 കൊല്ലം മുമ്പ് കീഴടങ്ങിയിട്ടില്ല, 30 കൊല്ലം മുമ്പ് കീഴടങ്ങിയിട്ടില്ല, 20 കൊല്ലം മുമ്പ് കീഴടങ്ങിയിട്ടില്ല. എന്നിട്ടാണോ ഇപ്പോ നിങ്ങളെ പേടിച്ചോടേണ്ടത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ ഭയപ്പെട്ടിട്ടാണ് എന്നാണോ? ഇത് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. 2 കൂട്ടരും കൂടി തീരുമാനിച്ചതാണ്. തലക്ക് വെളിവില്ലാത്ത ഏതെങ്കിലും ആളുകൾ അവരീ വർഷങ്ങൾ നീണ്ടുനിന്ന പ്രക്രിയയിലൂടെ ഈ നാട്ടിലുണ്ടാക്കിയ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആ പാർട്ടിയിൽ വിവേകശാലികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോ ഉള്ള ചെറുപ്പക്കാർക്ക് പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ല. പഴയതൊന്നും ഓർമ്മിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓർമ്മിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ച പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും RSSന്റെ നേതാക്കളും ഒരുമിച്ചിരുന്ന് ദിവസങ്ങളോളം നിരവധി തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ട്
അതിലാദ്യത്തെ ചർച്ച മുതൽ ഏറ്റവും അവസാനത്തെ ചർച്ചയിൽ വരെ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്കാണ് ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാ സംസാരിക്കുന്നത്. ആദ്യത്തെ തവണ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പതിഞ്ഞ ശബ്ദത്തിൽ അളന്നു മുറിച്ച വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. RSSനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല. ഇത് പിണറായി വിജയൻ പറഞ്ഞാണ്. ഇത് കോടിയേരി ബാലകൃഷ്ണൻ അംഗീകരിച്ച കാര്യമാണ്. രണ്ടാമത് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇത്രയും കാലമായി പലതരത്തിലുള്ള സംഘർഷത്തിന് ശേഷവും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ച് പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത്, PB ചർച്ച ചെയ്ത്, CC ചർച്ച ചെയ്ത്, കേരളത്തിൽ എത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത്, സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത്, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്, RSSുമായി നേരിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പാർട്ടി ഇന്നലെ വരെ തീരുമാനിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ നടപടികളോട് ഞങ്ങൾ സഹകരിക്കുകയായിരുന്നു, ഞങ്ങൾ പാർട്ടി ഇതുവരെ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു, വന്നിരിക്കുന്നത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് പാർട്ടി RSSുമായി ചർച്ച ചെയ്തിട്ട് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. മുഖ്യമന്ത്രിയായ അദ്ദേഹം പോലീസ് അകമ്പടിയില്ലാതെ, ഒരൊറ്റ പോലീസുകാരന്റെ അകമ്പടിയില്ലാതെ, ഒരു പ്രൈവറ്റ് കാറിലാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ചർച്ചയുടെ അവസാനം ഞങ്ങൾ പറഞ്ഞ കാര്യം രണ്ടാണ്. ഒന്ന്, ഞങ്ങൾക്ക് 1947 ആഗസ്റ്റ് 15 ഈ രാജ്യത്തെ ഭരണഘടന, 1950 നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകിയ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. രണ്ട്, ഞങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ അധികാരത്തിലുണ്ട്, ഞങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാനുകൂല്യം ആവശ്യമില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഭരണത്തിന്റെ ഘടകങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു നാടാണിത്. അതിലും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയരുത്. അതുകൊണ്ട് പോലീസ് ഒരു 75% നിങ്ങളുടെ ഭാഗത്ത് നിന്നോട്ടെ, ന്യായത്തിന്റെ ഭാഗത്ത് ഒരു 25% ഇപ്പുറത്ത് നിൽക്കണം. ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾ സംസാരിച്ച കാര്യമാണ്. ഒരു 25% ഞങ്ങളുടെ ഭാഗത്തും 75% നിങ്ങൾ കൊടുത്തോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് PBയിലും CECയിലും സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി അവിടെ വന്ന് സന്ധി സംഭാഷണത്തിൽ, സമാധാന സംഭാഷണത്തിൽ വന്ന് പറഞ്ഞ ആ ഉറപ്പ് ഈ ചിറ്റാരിപ്പറമ്പിലെ സഖാക്കൾക്ക് അറിയില്ലേ? ഞാൻ മനസ്സിലാക്കിയത്, അവിടെ തിരുവനന്തപുരത്ത് 4 തവണ ഇരുന്നതിന് ശേഷം നമ്മളിവിടുത്തെ പാർട്ടിയുടെ കണ്ണൂർ നേതാക്കളുമായി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എത്ര തവണ ഇരുന്നിട്ടുണ്ട്, അവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആരൊക്കെ എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവിടെയും ഉണ്ടാക്കിയ ധാരണ, ഈ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ഞങ്ങളില്ല. ഏത് സംഘടനക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളത് അതിൽ ഇടപെടില്ല എന്നാണ്. ഈ നാട്ടിൽ, ഈ മണ്ണന്തറയിൽ, ഈ ചിറ്റാരിപ്പറമ്പിൽ വർഷങ്ങളായി ഇത് നിഷേധിക്കപ്പെടുന്നത്. എന്റെ ചോദ്യം, ഇവിടുത്തെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഘടകമല്ലേ? ആ പാർട്ടി എടുത്ത തീരുമാനം നിങ്ങൾക്ക് ബാധകമല്ലേ? ആ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞ ഉറപ്പ് നിങ്ങൾക്ക് ബാധകമല്ലേ? നിങ്ങൾ പറയ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിന് ശേഷം തിരിച്ചെന്തെങ്കിലും ഇതുപോലെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ നിഷേധിക്കുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജാഥ തടഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം തടഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആഫീസ് ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ?
കഴിഞ്ഞ 6-7 കൊല്ലമായി ഈ നിലയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? അപ്പൊ ഇത് ഏകപക്ഷീയമല്ലേ? അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇനി അത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന ചിന്തയോടുകൂടിയാണല്ലോ നമ്മൾ ഈ ചർച്ചയും തീരുമാനങ്ങളൊക്കെ എടുത്തത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഭൂമിയോളം ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ, അമ്മമാരുൾപ്പെടെയുള്ള ഇത്തരം പരിപാടികൾക്ക് നേരെ നിരന്തരമായി ഇത്തരം ആക്രമണം നടത്തുമ്പോൾ ഭൂമിയോളം ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇപ്പുറത്തെ ആണുങ്ങളില്ലേ? ഇപ്പുറത്തെ പ്രതികരണശേഷിയുള്ള ആളുകളില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അത്തരം അവിവേകവും എടുത്തുചാട്ടവുമെല്ലാം ഇപ്പുറത്തുമുണ്ടെങ്കിൽ ഈ നാട്ടിലെ സമാധാനം തകരില്ലേ? പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അത്തരമൊരു സാഹചര്യം ഈ നാട്ടിലും വരണമെന്നാണോ ചിന്തിക്കുന്നത്? അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത്തരമൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങളെല്ലാം ജനങ്ങളോട് തുറന്നു പറയണം എന്ന ഉദ്ദേശത്തിൽ ഈ നിലയിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള ഭരണഘടന നിങ്ങളുടെ പാർട്ടിയുടെ നൽകുന്ന ഔദാര്യമല്ല. ഇത് ചൈനയല്ല, ഇത് കൊറിയയല്ല, ഇത് വിയറ്റ്നാമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമല്ല. ഈ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഇന്നിപ്പോ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. മോദി ഭരിക്കുന്ന നാടാണ്. ഇവിടെ നിങ്ങൾ RSS നിരോധിത മേഖല എന്ന് പറയുന്നു. എടോ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമല്ലേ ചിറ്റാരിപ്പറമ്പ്, മണ്ണമ്പറ? അവിടെ വേറെയാണോ? അവിടെ കിസാൻ സമ്മാൻ നിധി വേണ്ടേ? അവിടെ സർക്കാരിന്റെ ജലനിധി വേണ്ടേ? ഈ ഭാരത സർക്കാർ നൽകുന്ന നിരവധി ആനുകൂല്യങ്ങൾ അതൊന്നും ആ പ്രദേശത്ത് വേണ്ടേ? സ്വയംഭരണം പ്രഖ്യാപിച്ചോ? ഈ നാട്ടിൽ നിന്ന് വേറിട്ട് പോയോ? നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ മണ്ണന്തറ സഖാക്കൾ ഞങ്ങൾ ഇതാ വേറെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കായോ? മണ്ണന്തറ റിപ്പബ്ലിക് ഉണ്ടോ? അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭാഗമാകുമ്പോ ഇത് ആരുടെ രാജ്യമാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിണറായി വിജയൻ പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഈ കേരളം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു കേരളം വേറെയാണ്, അങ്ങനെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് EMS ഒരു പുസ്തകം എഴുതി. കേരളം മലയാളികളുടെ മാതൃഭൂമി. നിങ്ങൾ അങ്ങനെ വേറെ മാതൃഭൂമി ആക്കിയോ? പണ്ട് ദേശാഭിമാനിയായിരുന്നു, ഇപ്പം മലയാളികളുടെ മാതൃഭൂമി ആക്കിയോ? ഫോൺ എന്നിവർ പറയും. അങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ട്, എന്താണ് ഫോൺ? അങ്ങനെ കുറെ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് പത്മ പുരസ്കാരത്തിനൊക്കെ പകരം വേറെ പുരസ്കാരം ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പത്മഭൂഷണം പത്മവിഭൂഷണം പകരം പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒന്ന് വരുന്നുണ്ട്. പിന്നെ കുറെ ഇതുപോലെ ഉണ്ട്. ഇനി ഒരു ഗീതം വരുന്നുണ്ട്. അത് എഴുതാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, അത് എഴുതി കൊടുത്തു. അതിന്റെ വിവാദം കൊണ്ട് തൽക്കാലം അവിടെ നിന്നിട്ടില്ല. ഗീതം, അതായത് ജനഗണമനക്കും വന്ദേ ഭാരതത്തിനും പകരം ഒരു ഗീതം. അങ്ങനെ ഇതൊരു സ്വയംഭരണമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ആ ലാത്തിയും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറയുക. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. പ്രശ്നം ഉണ്ടാക്കുന്ന ആളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാവില്ലല്ലോ. അപ്പൊ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ജാഗ്രത പാലിക്കേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്.
അവർ നിഷ്പക്ഷമായി പെരുമാറണം. നിഷ്പക്ഷമായി പെരുമാറണം. ഇപ്പൊ പോലീസിന്റെ പേരിൽ കേൾക്കുന്ന ആരോപണങ്ങളോ ആക്ഷേപങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പോലീസ് സ്റ്റേഷനിൽ വന്നാൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ നേരെ ദൃശ്യം കാണുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ 75 ഓർക്ക് കൊടുക്കുമ്പം 25 കിട്ടാൻ ഈ നികുതിയൊക്കെ വെച്ച് ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നല്ലത് ആ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആപ്പീസ് എന്നുള്ള ബോർഡ് ആ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നതാണ് നല്ലത്. എന്നാ പിന്നെ ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരണ്ടല്ലോ. അതുകൊണ്ട് നിഷ്പക്ഷരായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായ അടിമത്തം, രാഷ്ട്രീയ വിശ്വാസമൊക്കെ ആളുകൾക്ക് ഉണ്ടാവും, അത് പോലീസുകാർക്കും പട്ടാളക്കാർക്കെല്ലാം ഉണ്ടാവും. പക്ഷെ യൂണിഫോം ഇട്ടാൽ അത് ഒരു പവിത്രമായ ഒന്നാണ്. അതിനെ നമ്മളെല്ലാവരും ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. യൂണിഫോമിനെയും അശോകചക്രത്തെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചെയ്യണം. അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ 100ാം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യപദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം പൗരധർമ്മം അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കാൻ. പൗരധർമ്മം 5 കാര്യങ്ങളാണ് ഉള്ളത്, അതിലൊന്ന് പൗരധർമ്മമാണ്. അതുകൊണ്ട് പൗരധർമ്മം അനുഷ്ഠിക്കണം എന്ന് സംഘടന പഠിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ നാട് 10-40 കൊല്ലം അരുതാത്ത കാര്യങ്ങളുടെ പേരിൽ, നാടിനാവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ നാടിന്റെ വളർച്ച, നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ നാടിലെ കുട്ടികൾക്കുണ്ടാകേണ്ടത് വിദ്യാഭ്യാസ പുരോഗതി, അതെല്ലാം നഷ്ടപ്പെടുത്തി ഈ നാട് തെറ്റായ വഴിക്ക് നീങ്ങി, അപഥ സഞ്ചാരത്തിലേക്ക് നീങ്ങി. ഇപ്പൊ നമ്മുടെ നാട്, ഒരു നാട്ടിൽ വികസനം ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ ശാന്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, നാട്ടിൽ ഒരുമയുണ്ടാകണം, ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകണം. അങ്ങനെ ഈ നാട് മുന്നോട്ട് പോകണം. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ്, വികസിത രാജ്യം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യം 2014-ൽ 10ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇപ്പോ നമ്മൾ മറ്റു രാജ്യങ്ങളെല്ലാം പിന്തള്ളി വികസന കാര്യത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 രാജ്യങ്ങളെ മാത്രമാണ് നമുക്ക് പിന്തള്ളാനുള്ളത്. ആ നിലയിലേക്ക് 4ാം സ്ഥാനത്ത് സാമ്പത്തിക രംഗത്ത് നമ്മുടെ രാജ്യമെത്തി. അതിന്റെ പുരോഗതി, അതിന്റെ ഗുണഫലം കേരളത്തിനും കിട്ടണം, കണ്ണൂരിനും കിട്ടണം, ചിറ്റാരിപ്പറമ്പിനും കിട്ടണം, മുഴുവൻ നാടിനും കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഈ വാശിയും വിദ്വേഷവും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഈ ഒരു സ്വാതന്ത്ര്യം അത് കവർന്നെടുക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കൃഷ്ണൻ പറയുന്നതാണ്, ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങളുടെ ദർശനങ്ങളാണ്. കൃഷ്ണൻ പറയുന്ന എന്താണ്? 700 ശ്ലോകമുണ്ട് ഗീത. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കാറൽ മാർക്സും ഏംഗൽസും കൂടി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇല്ലേ, മൂലധനമില്ലേ, ആ പുസ്തകമൊക്കെ ഇപ്പോ ആരാ ഓർമ്മിക്കുന്നത്, ആരാണ് നോക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരൂലെന്ന് ശ്രീ നായനാർ പറഞ്ഞു. നായനാരോട് ചോദിച്ചു, ഈ കമ്മ്യൂണിസ്റ്റ് എപ്പോ വരുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ കാലത്ത് വരൂല, എന്റെ മക്കളെ കാലത്തും വരൂല, മക്കളെ കാലത്ത് വരുമോന്ന് ആർക്കറിയാം എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഇപ്പോഴത്തെ ദയനീയമായ, പരമദയനീയമായ അവസ്ഥ. പക്ഷെ ഗീത
ആ ഗീത 5127 കൊല്ലം മുമ്പ് അവതരിക്കപ്പെട്ട ഗീത. ആ ഗീത ലോകാരാധ്യമായി മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോ യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരുള്ളതിന്റെ 4 ഇരട്ടി ആളുകൾ ഇസ്കോണിന്റെ ആളുകളുണ്ട്. ഇസ്കോൺ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണാവബോധ സംഘമുണ്ട്. അതിശക്തമായ പ്രവർത്തനമാണ് അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗീതയിലെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഗീത നമ്മുടെ ഒരു വനിതാ ബഹിരാകാശ സഞ്ചാരി നമ്മുടെ ബഹിരാകാശത്ത് പോയിട്ട് ബഹിരാകാശ വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ട് 8 ദിവസം അവിടെ കുടുങ്ങിപ്പോയല്ലോ. ഈയിടെ അവര് താഴത്തേക്ക് വന്നല്ലോ. താഴത്തേക്ക് വന്നപ്പോ 8 ദിവസം അവരവിടെ കുടുങ്ങിപ്പോയി. അപ്പൊ ഇവിടുന്ന് പത്രക്കാർ ചോദിച്ചു, മാധ്യമക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ അനിശ്ചിതത്വത്തിലായിരുന്നല്ലോ 8 കൊല്ലം, മറ്റൊരു വാഹനം വരുമോ, തിരിച്ചു വരാൻ പറ്റുമോ എന്നൊന്നും അറിയാതെ ആ അനിശ്ചിതത്വത്തിൽ നിങ്ങൾ നിന്നപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറികടന്നത് എന്ന് സുനിത വില്യംസിനോട് ചോദിച്ചു. അവര് പറഞ്ഞത്, ആദ്യകാലത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോകുമ്പോൾ 2 വസ്തുക്കൾ എന്റെ കയ്യിൽ കൊണ്ടുവരുന്നു. അതിലൊന്ന്, ഞാൻ എല്ലാ തവണയും എന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയ ഗണേശ വിഗ്രഹമാണ്. 2, ഞാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു കൊച്ചു ഗീതാ പുസ്തകമാണ്. ബഹിരാകാശത്ത് ഞാൻ എല്ലാ ദിവസവും ആ ഗീത വായിച്ച് ആ ഗണേശ വിഗ്രഹത്തെ പ്രാർത്ഥിച്ച് എനിക്ക് എന്റെ പോസിറ്റീവ് എനർജി ഞാൻ എപ്പോഴും വീണ്ടെടുക്കുമായിരുന്നു എന്നാണ്. ഇത് ബഹിരാകാശത്തെ കാര്യമാണ് പറയുന്നത്. ഭൂമിയിലെ കമ്മ്യൂണിസ്റ്റുകാരോടാണ് ഞാൻ പറയുന്നത്. ഇത് ബഹിരാകാശത്ത് പോയാണ് പറഞ്ഞാണ്. ആ സുനിത വില്യംസിന് ബഹിരാകാശത്ത് പോലും പ്രേരണ നൽകിയ, പ്രചോദനം നൽകിയ, ഇൻസ്പിറേഷൻ നൽകിയ, അവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഉത്കർഷത്വം നൽകിയ ആ ഒരു ഗീതയും ഗണേശനും, ആ ഗീത പാടിയ കൃഷ്ണനെയും ഗണേശനെയുമാണ്, ഗണേശ കീർത്തനങ്ങളെയാണ്, ഗണേശ ഘോഷയാത്രയാണ്, ശ്രീകൃഷ്ണ ഘോഷയാത്രയാണ് നിങ്ങൾ 150 കൊല്ലം കൊണ്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ട് ലോകം വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന തുരുമ്പിച്ച പുസ്തകവുമായിട്ട് തടയാൻ ശ്രമിക്കുന്നത് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയാ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാ വിജയിക്കാൻ സാധിക്കുക? ലോകം വലിച്ചെറിഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇപ്പൊ ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? ചൈനയിലുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടോ? റഷ്യ 70 കൊല്ലം നിന്നു. എന്താ സ്ഥിതി? പൊട്ടി പാളീസായില്ലേ? എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ മുതലാളിത്തത്തിൽ നിന്ന് അവസാനം സോഷ്യലിസത്തിലൂടെ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഉണ്ടായോ? പട്ടാളമില്ലാത്ത, പോലീസ് ഇല്ലാത്ത, MP ഇല്ലാത്ത, MLA ഇല്ലാത്ത, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഇല്ലാത്ത, ചൂഷകരും ചൂഷിതരും ഇല്ലാതെ, പീഡിപ്പിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും ഇല്ലാത്ത, അന്നന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന സമത്വ സുന്ദരമായ ഒരു വ്യവസ്ഥയാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലോകത്തെവിടെയെങ്കിലും ഒരു തരി മണ്ണിലെങ്കിലും ഈ കമ്മ്യൂണിസം ഉണ്ടോ? ഇല്ലല്ലോ. ആ റഷ്യയിൽ എന്തുകൊണ്ടാ സ്റ്റാലിന്റെയും എംഗൽസിന്റെയും നിങ്ങളുടെ ലെനിന്റെയും ഒക്കെ പ്രതിമകൾ കൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവന്ന് അവരുടെ പ്രതിമകൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ആ പ്രതിമകളെല്ലാം പിഴുതെടുത്ത് വോൾഗ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചെങ്കൊടിയും വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ചുവപ്പ് ആപ്പീസുകൾക്കെല്ലാം തീയിട്ട് കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞ് എടുക്കച്ചരക്കുമല കാർക്കിച്ച് തുപ്പിയിട്ട് വലിച്ചെറിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ്? ലോകം മുഴുവനും വലിച്ചെറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പറയോ ചൈനയിൽ ഇപ്പോ കമ്മ്യൂണിസം ആണെന്ന് പറയോ? ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് ചൈന. ഇപ്പോ ആ ചൈനയും ഭാരതവുമായി, ഷീ ജിൻപിങ്ങുമായി, നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വിഭാഗം നേതാക്കന്മാർ 5 വർഷം മുമ്പ് ഡൽഹിയിൽ വന്ന് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കാര്യാലയത്തിൽ വന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ 2 ദിവസം താമസിച്ചിട്ട് BMS നേതാക്കളോട് ഇവിടത്തെ തൊഴിൽ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആദർശത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി താമസിച്ച് പഠിച്ചു. കാലം മാറുകയാണ്.
ഈ മാറ്റം നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി പഴയ കാലമല്ല, കുറച്ചും കൂടി ആഗോളതലത്തിലും, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ആഗോളതലത്തിൽ ചിന്തിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലൊരു പൊതുയോഗം തുടങ്ങിയാൽ അവർ ആഗോളതലത്തിലാണ് തുടങ്ങുക. അന്താരാഷ്ട്രം പറയും ആദ്യം, പിന്നെ ഇന്ത്യ പറയും, പിന്നെ സംസ്ഥാനം പറയും, പിന്നെയാണ് ചിറ്റാരിപ്പറമ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് രണ്ടര മണിക്കൂർ കഴിയും. അവസാനം അവിടെയാ അവസാനിപ്പിക്കുക. ഇപ്പൊ അന്താരാഷ്ട്രം പറയുന്നുണ്ടോ? അന്താരാഷ്ട്രം പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. ഇപ്പൊ ആഗോള സാഹചര്യം മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. കാരണം എന്താണ്? അതെല്ലാം പൊളിഞ്ഞ് പാളിസായി. എന്നിട്ടും മാർക്സിസ്റ്റുകാരുണ്ടല്ലോ, നമ്മൾ സമ്മതിക്കണം കേട്ടോ, ഇതെല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടും ലോകം മുഴുവനും തകർന്നിട്ടും ഭാരതം മുഴുവനും തോറ്റു തൊപ്പിയിട്ടിട്ടും ഇന്ത്യ മുഴുവൻ തകർന്നിട്ടും എന്നിട്ട് ഈ ചക്കച്ചത്ത് പോലത്തെ ഈ കേരളത്തിൽ കൈപ്പക്ക പോലത്തെ ഈ സ്ഥലത്തേക്ക് ചുരുങ്ങിയ ഈ പാർട്ടിന്റെ ആളുകൾ അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. മാർക്സിസ്റ്റുകാരെ കണ്ടിട്ട് പഠിക്കണം. ഈ ഒരു അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. ഏത് സാധനമായി ഇവർ അടിക്കുന്നത്, എന്താ ഇവരുടെ തലയിൽ അടിച്ച് കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അന്തം വിട്ടു പോകുന്ന, കുന്തം വിഴുങ്ങി പോകുന്ന പോലത്തെയുള്ള ഒരവസ്ഥയാണ്. മാർക്സിസ്റ്റുകാരൊക്കെ നടത്തം കണ്ടാൽ തോന്നുന്നു ഇവൻ ലോകം ഭരിക്കുന്നവനാണ് എന്ന് തോന്നിയിട്ട് ഇങ്ങനെ ചിറ്റാരിമൂട് ടൗണിലൂടെയൊക്കെ ഒരു നടത്തമില്ല, നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോക്കൽ കുട്ടി സഖാക്കന്മാരുടെ ഒരു നടത്തല്ലേ, ലോകം മുഴുവൻ എന്റെ കീഴിലാണെന്നുള്ള ഭാവത്തിലാണ് നടപ്പ്. പൊളിഞ്ഞ് പാളീസായിട്ട് ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ ഉള്ളതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഇപ്പൊ ഈ നാട്ടില് കള്ളവോട്ട്, ഇപ്പൊ വോട്ട് ചോരി എന്നാലും പറയും. എത്ര വോട്ടാ മോനെ ചെയ്യല്? എത്ര വോട്ടാ ചെയ്യല്? എത്ര കള്ളവോട്ടാ ചെയ്യല്? ഈ ചിറ്റാരിപ്പറമ്പ് മുതൽ ഏത് പ്രദേശത്ത് എടുത്തു നോക്കിയാൽ എത്ര വോട്ട് ചെയ്യും? നമ്മുടെ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം അന്ന് വാവിനല്ല ഇവിടെയൊന്നും ആത്മാക്കൾ വരുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്താണ് ആത്മാക്കൾ കൂട്ടമായി വരിക. അങ്ങനെ മരിച്ച ആളുകൾ മുഴുവനും വന്ന് വോട്ട് ചെയ്യില്ലേ? മരിച്ച ആളുകൾ മുഴുവൻ. വോട്ട് ചോരിയെ കുറിച്ച് ഇവർ പറയാണ്. AKG ഹോസ്പിറ്റലിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കുറച്ച് പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാവും സംഭവം. MP രാഘവനുള്ള സമയത്ത്, MP രാഘവൻ അവസാനം MP രാഘവനെയും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ബോധമില്ലാത്ത സമയത്ത് ചേർത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി അന്ന് CMPയുടെ രാഘവന്റെ പാനലിലുള്ള ഒരു ബാലൻമാഷ് ഉണ്ടായിരുന്നു, ബാലൻമാഷ്, P ബാലൻമാഷ്, AKG ആസ്പത്രി തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ബാലൻമാഷ് ബൂത്ത് ഏജന്റാണ് AKG ആസ്പത്രി തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഒരു സ്ത്രീ വോട്ട് ചെയ്യാൻ വന്നു. ആ വോട്ട് ചെയ്യാൻ വന്നിട്ട് ബാലൻമാഷ ഭാര്യന്റെ വോട്ട് ചെയ്യാനാ വന്നത്. അന്ന് ഇന്നത്തെ പോലെ ചാനലൊന്നുമില്ല, പക്ഷെ എല്ലാ പത്രങ്ങളിലും എല്ലാം ഒരു വാർത്ത ഞാൻ പറഞ്ഞു. ബാലൻമാഷ ഭാര്യ വോട്ട് ചെയ്യാൻ വന്നേരം ബാലൻമാഷ് ബൂത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ ഭാര്യയല്ല. അപ്പൊ വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീ പറഞ്ഞു, ഓഹോ നിങ്ങൾക്കിപ്പോ എന്നെയും മറന്നുപോയോ, ഞാൻ നിങ്ങളെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു. ബാലൻമാഷ് പറഞ്ഞു, എടോ എന്റെ ഭാര്യ തന്നെ എനിക്കറിയില്ല, നീ എന്റെ ഭാര്യയല്ല, ഇതെന്റെ ഭാര്യയുടെ വോട്ടാണ്, ഇത് വോട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളാണ് എന്റെ ഈ മിന്നു കെട്ടിയത്, നിങ്ങളെ ഭാര്യയാണ് ഞാൻ, ഇന്നലെ നിങ്ങളുടെ ഭാര്യയാണ്, ഇന്ന് രാവിലെയും കൂടി നിങ്ങൾ എന്റെ അടുക്കാണ് എണീറ്റ് വന്നത്, ഇന്ന് രാത്രി എന്റെ അടുക്ക വരുന്നത്, ഈ വോട്ട് ചെയ്യാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്നിട്ട് ബാലൻമാഷ ഭാര്യനെ വോട്ട് ചെയ്തു. അതാണ് ഇവരുടെ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നതാണ് ഇവരുടെ ജനാധിപത്യ സംസ്കാരം. ഇതാണ്. ഇവിടെ നിരവധി ബാങ്കുകൾ ഉണ്ടായിരുന്നു. കോളയാട് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുടെ ബാങ്കായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിരവധി ബാങ്കുകൾ ഉണ്ടായിരുന്നു, കൂത്തുപറമ്പ് ഉൾപ്പെടെ, പയ്യന്നൂർ ഉൾപ്പെടെ, ഇരിട്ടി ഉൾപ്പെടെ നിരവധി ബാങ്കുകൾ. ആ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവര് രാവിലെ എഴുന്നേറ്റ് കതറിൽ അലക്കി തേച്ച്, കതറിട്ടതിന് ശേഷം ഒന്നും കൂടി തേച്ച് നല്ല കൊള്ളി പോലെയാക്കി ഐഡന്റിറ്റി കാർഡെല്ലാം എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് തലേന്ന് രാത്രി മുതൽ മാർക്സിസ്റ്റുകാർ ജില്ലേന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഈ സ്കൂള് അവരുടെ വലയത്തിലായിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ എത്ര ബാങ്ക് ഇപ്പൊ മാർക്സിസ്റ്റുകാർ ഭരിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. RSS പോരാടിയതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പം പഴയതുപോലെ കിട്ടുന്നില്ല. പക്ഷെ എന്നാലും പഴയ കാലത്ത് കോൺഗ്രസ്സുകാർ, സുധാകരൻ ഒരിക്കൽ പറയുണ്ടായി, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാരെല്ലാം അടിയുറച്ച കോൺഗ്രസ്സുകാരാണെന്ന് സുധാകരൻ പറഞ്ഞു. എന്നിട്ട് സുധാകരൻ വിശദീകരിച്ചത്, ഇലക്ഷനിലും വരുമ്പോ അടി ഉറപ്പായ കോൺഗ്രസ്സുകാരാണ് അടിയുറച്ച കോൺഗ്രസ്സുകാർ. അടി കിട്ടുന്ന ഉറപ്പാണ്, അതാണ് അടിയുറച്ച കോൺഗ്രസ്സുകാർ.
അങ്ങനെ എല്ലാവരോടും നിങ്ങൾ ഈ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ടല്ലേ ഇതൊക്കെ പിടിച്ചടക്കിയത്? നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയാണ്. ഇവിടെ 437 CPI-ക്കാരുണ്ടല്ലോ. CPI-ക്കാർ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള പ്രദേശം എന്നാണ് ഈ പ്രദേശം ചിറ്റാരിപ്പറമ്പ് അറിയപ്പെടുന്നത്. ആയിക്കോട്ടെ, സാരമില്ല. ഇവിടെ ഞാൻ പറയുന്ന കേൾക്കുന്ന CPI-ക്കാരുണ്ടാവുമല്ലോ, നിങ്ങളുടെ മുന്നണി, നിങ്ങളുടെ ഐക്യം, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. CPI-ക്കാർ അവരിതാരെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ട്, അവരുടെ വലത് ഒന്ന് നെഞ്ചത്ത് വെക്കുക, എന്നിട്ടൊന്ന് ആലോചിക്കുക. കണ്ണൂർ ജില്ലയിൽ CPI-ക്ക് ഒരൊറ്റ രക്തസാക്ഷിയേ ഉള്ളൂ, ഒറ്റ രക്തസാക്ഷി. അതാര് വന്നതാ? CPI-യുടെ രക്തസാക്ഷി പി. സഖാവ് പി. മുഴക്കുന്നില പി. ആര് വന്നതാ? മാർക്സിസ്റ്റുകാർ വന്നതാ. രണ്ടായപ്പോ, ഇടതും വലതുമായപ്പോ, പിന്നീട് CPI ആയപ്പോ, ആ മുഴക്കുന്നിൽ വെച്ച് CPI-യുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ദാമോദരനെ കൊന്നത് ആരാ? ദാമോദരനെ കൊന്നത് CPM-കാരനാണ്. നിങ്ങൾ ആരെയാ വെറുതെ വിട്ടുള്ളത്? കോൺഗ്രസുകാരെ, സോഷ്യലിസ്റ്റുകാരെ. ആ സോഷ്യലിസ്റ്റുകാരെ പാനൂർ പ്രദേശങ്ങളിൽ, സോഷ്യലിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് സോഷ്യലിസ്റ്റുകാർ ഇല്ലാതാക്കിയത് ആരാണ്? അവർ ആർക്ക് നേരെ ആയുധമെടുക്കാതിരുന്നിട്ടുള്ളത്? എല്ലാ വിഭാഗത്തിനും നേരെ ആയുധമെടുക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞല്ലോ, ഒരു ശാന്തി മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഈ ചൊല്ലുന്ന ശാന്തി മന്ത്രം എന്ന് പറയുന്ന മരിച്ചു കഴിഞ്ഞാൽ അവസാനം മൃതശരീരം എടുക്കുന്നതിന് മുമ്പ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാം വിഷം അനുഭവിക്കുന്ന കരയുന്ന എല്ലാവർക്കും ഒരു ആത്മശാന്തി കിട്ടാൻ വേണ്ടി എഴുതുന്നതാണ്, ചൊല്ലുന്നതാണ് ശാന്തി മന്ത്രം. ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും വിചാരിക്കുന്നത് ഇത് മോഹനം മാനന്തേരി എഴുതുകയാണ് ഈ ശാന്തി മന്ത്രം ഇവിടെ ചൊല്ലുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. എടോ, ഇത് ഉപനിഷത്തിലുള്ളതാണ്. ഓം, ഈ ഉപനിഷത്തിലുള്ള മന്ത്രമാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാരായ പൂർണ്ണമേവാവശിഷ്യത എന്നുള്ളത് മോഹനം മാനന്തേരി എഴുതിയല്ല. ഇത് ആയിരക്കണക്കിന് വർഷമായിട്ട് നമ്മളെ വേദങ്ങളിലുള്ള കാര്യമാണ്. അത് പൂർണ്ണം, ഇതും പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ അവശേഷിക്കുന്നതും പൂർണ്ണം. ഇപ്പോഴിതാ ആ പൂർണ്ണതയിലേക്ക് ഈ ആത്മാവ് തിരിച്ചു പോയിരിക്കുന്നു. ശാന്തി നൽകണമേ എന്നാണ് അർത്ഥം. അത് ഋഷീശ്വരന്മാർ എഴുതിയാണ്. അത് ചൊല്ലുമ്പോ ഇവർക്ക് ചൊറിച്ചൽ വരും. അപ്പൊ അവര് പറയുന്നത് രാഷ്ട്രീയമാണെന്നാ. ഏത് രാഷ്ട്രീയം? ഇത് ബെഞ്ച് ഓഫ് തോട്ട്സിലുള്ളതാണോ? ഗുരുജി ഗോൾവാൾക്കർ എഴുതിയാണോ? ഇത് ഞാൻ എഴുതിയാണോ? എടാ, ഇത് 10,000 കൊല്ലം മുമ്പ് ഋഷീശ്വരന്മാർ രചിച്ച ഒരു തത്വദർശനമാണ് ഇതിലുള്ളത്. അതിനെന്തിനാ നിങ്ങൾ വേലാതിപ്പെടുന്നത്? എന്റെ നാട്ടിൽ കുറച്ച് 2ാം കൊല്ലം ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു മരണം ഉണ്ടായി. ആ മരണത്തിന് മരിച്ച വീട്ടിലേക്ക് ഞാൻ പോല. മരിച്ച ആളുടെ പേര് സുലൈമാൻ എന്നാണ്. ആ സുലൈമാന്റെ വീട്ടിലേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ അവർ റോഡിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സുലൈമാന്റെ വീട്ടിൽ നിന്ന് എന്തെല്ലോ ഒച്ച ഇങ്ങനെ കേൾക്കണം. സുലൈമാൻ പാർട്ടിയുടെ ഒരു ബ്രാഞ്ചങ്ങാണ്. അപ്പൊ ഞാൻ ചോദിച്ചാണ് അവിടെ നിന്ന് ഒരു ഒച്ച കേൾക്കുന്നു. അപ്പോ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പറഞ്ഞു, നിങ്ങൾ ചെന്നോക്കുന്നു. ഞാൻ ചെന്നോക്കുമ്പോൾ സുലൈമാന്റെ വീട്ടിൽ 10-15 ഉസ്താദുമാർ അവരുടെ ആ ദിക്റൊക്കെ ഇങ്ങനെ ചൊല്ലുകയാണ്. അവർ പ്രാർത്ഥന ചൊല്ലുകയാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ അവര് ആ വെള്ളത്തുണി മാറ്റി മുഖം കാണിച്ചു വന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. എനിക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ളതാണ്. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാവുന്ന ഒരാളാണ് ഈ സുലൈമാൻ. അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ സുലൈമാനെ കണ്ട് റോട്ടിനിറങ്ങിയപ്പോ ഞാൻ അവരോടൊരു കാര്യം ചോദിച്ചു, സഹാക്കന്മാരോട്. ഇത് ഞാൻ ഇവിടെയുള്ള മുഴുവൻ സഹാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്റെ നാട്ടിൽ പോയി അന്വേഷിക്കാം സംഭവം. ഞാൻ ചോദിച്ചു, ഈ സുലൈമാൻ പണ്ട് സുകുമാരനായിരുന്നു. ആ സുകുമാരനെ നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും. മട്ടന്നൂരിൽ നിന്നൊക്കെ ട്യൂബ് ലൈറ്റ് അടിച്ചു പൊട്ടിച്ചിട്ട് മട്ടന്നൂർ മുതൽ ഇരുട്ടി വരെയും മട്ടന്നൂർ മുതൽ കൂത്തുപറമ്പ് വരെയും ഈ പുറത്ത് ഈ ചോരയെല്ലാം കാണിച്ചിട്ട് പൈസ മേടിക്കുന്ന ഒരു സുകുമാരൻ ഉണ്ടായിരുന്നു പണ്ട്. പാവം, അയാളുടെ ജീവിതമാർഗമാണ്. അയാള് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവിടെ ഒരു മുസ്ലിം സ്ത്രീയായിട്ട് ഒരു ബന്ധമുണ്ടായി. അങ്ങനെ അവരെ കല്യാണം കഴിച്ച് സുകുമാരൻ സുലൈമാനായി. അങ്ങനെ സുലൈമാനായ സുകുമാരൻ പിന്നീട് ട്യൂബ് അടിച്ചു പൊട്ടിക്കെല്ലാം മാറ്റിയിട്ട് പിന്നീട് ലോട്ടറി വിൽക്കലും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അവിടുത്തെ CPM ആയതുകൊണ്ട് അവർ CPM അവന് പാർട്ടിന്റെ മെമ്പർഷിപ്പും കൊടുത്ത് അത് അനുഭാവിയാക്കി മെമ്പർഷിപ്പും കൊടുത്ത് പിന്നെ ബ്രാഞ്ചിലെടുത്തു. പിന്നെ ബ്രാഞ്ച് അംഗമായി. അങ്ങനെ ഇരിക്കുകയാണ് അസുഖം വന്നിട്ട് സുലൈമാൻ മരിച്ചുപോയത്. സുകുമാരൻ എന്ന സുലൈമാൻ മരിച്ചത്. ഞാൻ മാർക്സിസ്റ്റുകാരോട് ചോദിച്ച ചോദ്യം,
ആ സുകുമാരനായിട്ടാണ് മരിച്ചതെങ്കിൽ അവന്റെ മതാചാരപ്രകാരമുള്ള ഒരു ശാന്തി മന്ത്രം ഈ വീട്ടിൽ ചൊല്ലാൻ നിങ്ങൾ അനുവദിക്കുമായിരുന്നുവോ? സുകുമാരൻ സുലൈമാനായപ്പോ അവന്റെ മതവിശ്വാസം അനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള മതപരമായ ചടങ്ങുകളും അനുവദിക്കുകയും നിങ്ങൾ റോഡിന് വന്ന് നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു, വത്സ, ശവത്തിൽ കുത്തരുത് എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാണ്, വത്സ, ശവത്തിൽ കുത്തരുത് എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളിവിടെ ശവമായി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, ഔട്ടാണ്. അതായത് സുകുമാരനായിരുന്നുവെങ്കിൽ ഇത് കിട്ടില്ല, സുലൈമാനായതുകൊണ്ടാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പൊ സുലൈമാനാണെങ്കിൽ പ്രശ്നമില്ല, ജോസഫ് ആണെങ്കിൽ പ്രശ്നമില്ല. പ്രശ്നമുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ മരണാനന്തര ചടങ്ങ് CPM അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടോ? പാടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ മരണാനന്തര ചടങ്ങുകൾ CPM-മാർ ഈ നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട്, അത് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആവട്ടെ, ഏരിയ കമ്മിറ്റി ആവട്ടെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ മരിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ പ്രാർത്ഥന ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. പാർട്ടിയുടെ ചുമതലയുള്ള ആളുകൾ മരിച്ചാൽ അവിടെയൊക്കെ മതപരമായ ആചാരങ്ങൾ നടത്തുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ RSS-കാരനായിട്ട് ജീവിതകാലം മുഴുവനും ജീവിച്ച ആളുകൾ, ആ മാനന്തേരി ഭാഗത്തെ നാണുവാട്ടരൊക്കെ മരിച്ചപ്പോ അയാളുടെ ആഗ്രഹപ്രകാരം അവിടെ മോനം മാനന്തേരിയും കൂട്ടരും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവസാനം ഒരു മന്ത്രം ചൊല്ലുമ്പോ മോനം മാനന്തേരിനെ പിടിച്ചടിക്കാൻ നോക്കുക. എന്നിട്ട് പറയും നിങ്ങൾ ഇടിയും രാഷ്ട്രീയം കൊണ്ടൊന്നും. വേറൊരു വീട്ടിൽ അവർ പറഞ്ഞു, മരിച്ച ആളെ ഒരു അനുശോചനം നടത്തുമ്പോ അവര് പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അതിശക്തനായ പോരാളിയായിരുന്നു എന്നൊക്കെ. അപ്പൊ മാഷ് പറഞ്ഞു, ഞാൻ 5 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് BJP-ന്റെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു പറഞ്ഞു. ഇനി ആരോ ആവട്ടെ, ഇതൊരു രാഷ്ട്രീയമല്ല, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അവരുടെ ആഗ്രഹമാണ്. ഞാനൊരു വർഷം മുമ്പ്, കഷ്ടിച്ചൊരു വർഷം മുമ്പ് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത്, പുരളിമലയുടെ മേലെയാണ്. ഞാൻ സ്ഥലം പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്തിനെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല, കാരണം അവിടെ എൻ്റെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ മരിച്ചു. മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു, മകൾ പറഞ്ഞു, എല്ലാ ചിട്ടി അനുസരിച്ചും ആചാരം അനുസരിച്ചും അച്ഛന് ശവസംസ്കാരം നടത്തണം എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അസുഖമായിട്ട് വീട്ടിൽ പോയപ്പോ പറഞ്ഞു, ഇവിടെ നടക്കുമെന്നറിയില്ല, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന്റെ അടുത്ത് വരുമ്പോ അദ്ദേഹം മൃതദേഹം കുളിപ്പിക്കാൻ എടുക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പാർട്ടിയുടെ ഒരു വലിയ ജമ്മി ഉണ്ടാവുമല്ലോ ഒരു പാർട്ടിയിൽ. അവിടുത്തെ ഇപ്പൊ പഴയകാലത്തെ ജമ്മിത്വം ഇപ്പൊ പാർട്ടി ജമ്മിത്വമാണല്ലോ. ലോക്കൽ സെക്രട്ടറിയാണ് LC ജന്മി. ആ LC ജന്മി ആയിരുന്ന ആള്, അവിടുത്തെ ഒരു വലിയ കുലാണ്ടർ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് വളരെ ബഹുമാനപൂർവ്വം ഞാൻ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഒക്കെ ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അവരൊരു ശാന്തി മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അവരുടെ സംസ്കാരം നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, വത്സൻജി അത് പറ്റില്ല. ഞാൻ ചോദിച്ചെന്താ? അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇവരുടെ ആഗ്രഹമാണ്, നമുക്ക് ചെയ്യണ്ടേ? അല്ലല്ല അത് പറ്റില്ല, വാശിയാണ്. ഞാൻ പറഞ്ഞ അവരുടെ മക്കൾ കുടുംബം പറയാണ് തങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് അവർ പറയാണ്. നിങ്ങളെങ്ങനെ അത് തടയുന്നതെന്ന് ചോദിച്ചു. അല്ല, അത് ഈ നാടിന്റെ രീതിയാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞ അവരുടെ ഒരു ആഗ്രഹമല്ലേ, ആ ആഗ്രഹം നിങ്ങളൊന്ന് അനുവദിക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്തോന്നു. ഈ ബോഡി ശ്മശാനത്തിൽ ഇതായിട്ട് മന്ത്രം ചെയ്യാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇത് ചൊല്ലാൻ പാടില്ല, തിട്ടൂരമാണ്. അങ്ങനെ മന്ത്രം ചൊല്ലാൻ സമ്മതിക്കില്ല എന്നവർ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ മാൻ പറഞ്ഞാന്ന് വെച്ചാൽ എന്റെ ആഗ്രഹമാണ്, അച്ഛന്റെ ആഗ്രഹമാണ്, അത് നടത്തിത്തരണം എന്ന് പറഞ്ഞു. നടത്തിത്തരണം എന്ന് പറഞ്ഞപ്പോ ഏതായാലും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, പാർട്ടിക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവരുടെ ആഗ്രഹമാണ്, ഇത് ചെയ്യണം എന്ന്. അപ്പോ പട്ടൊക്കെ ഇട്ട് കഴിയുമ്പോ പെട്ടെന്ന് ഇദ്ദേഹം പറയാണ് ബോഡി എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ബോഡി എടുക്കാനായിട്ടില്ല, ഒരു മന്ത്രം ചൊല്ലാനുണ്ട്, ഒരു ശാന്തി മന്ത്രം ഉണ്ട്, അത് ചൊല്ലട്ടെ എന്ന്. അല്ല എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചൊല്ലുന്നു പറഞ്ഞു. ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇദ്ദേഹം എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആൾ പോലും കൂടെ പിടിച്ചില്ല, ആരും പ്രശ്നത്തിനൊന്നുമില്ല, വളരെ ശാന്തമായി അവിടെ ഈ മൃതശരീരം സംസ്കരിച്ചു. പക്ഷെ കുയിലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞങ്ങളൊരു സ്വയംസേവം മരിച്ചപ്പോ അവിടെ നമ്മൾ ആൾക്കാരെല്ലാം കൂടി ഇതുപോലെ ആചാരങ്ങളൊക്കെ നടത്താൻ നോക്കുമ്പോ, പൂവൊക്കെ കൊടുത്ത് പ്രാർത്ഥന എല്ലാം നോക്കുമ്പോ, ആ കുയിലൂരില് അവിടുത്തെ കുറച്ച് ആളുകൾ പെട്ടെന്ന് ഇരച്ചു വരികയും, നമ്മളെ ആളുകൾ മുഴുവനും പ്രാർത്ഥന എല്ലാം കൈ ഇങ്ങനെ കൂപ്പി നിൽക്കല്ലേ, ഈ മൃതശരീരം എടുത്തിട്ട് ഒരൊറ്റ ഓട്ടം.
മരിച്ച മനുഷ്യനെടുത്ത് ഓടിക്കളഞ്ഞു. മരിച്ച മനുഷ്യനെടുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇതെന്തൊരു പാർട്ടിയാണ് ഈ പാർട്ടി? എന്തൊരു രാക്ഷസന്മാരാണ് ഇവര്? ആ മനുഷ്യനൊരു അന്തിമോപചാരം അർപ്പിക്കുമ്പോ ആ മനുഷ്യ കുയിലൂർ എന്നുള്ള സംഭവമാണ് എടുത്ത് ബോഡി എടുത്ത് ഓടിക്കളഞ്ഞു. പത്രത്തിലും ചാനലിലെല്ലാം വന്നുകൊണ്ടും പോലീസ് വന്നിടപെട്ടതും വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ ഈ വാർത്ത വന്നിരുന്നു. എന്നിട്ട് എന്തായി? ശ്മശാനത്തിനടുത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വിറവുകളിലും എടുത്തിട്ടും പ്രശ്നമല്ലായി. എന്തിനാ ഇങ്ങനത്തെ പ്രശ്നം തീർക്കുന്നത്? ഇവരെന്തിനാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? വേറെ സ്ഥലത്ത് എടക്കാരെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇതുപോലെ ഒരു പ്രായമുള്ള ഒരാൾ മരിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം ശാന്തി മന്ത്രമൊക്കെ ചൊല്ലി ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശ്മശാനത്ത് കൊണ്ടുപോയപ്പോ അവരൊരു 5-10 ആളവിടെ വന്നു. അവരവിടെ ചെന്നിട്ട് ഒരൊറ്റ മുദ്രാവാക്യം വിളിയാണ്, ഇല്ല സഖാവ് മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇവരുടെ മൂത്ത മോള് ഇളയ അനിയത്തിയോട് പറയാം, അച്ഛൻ മരിച്ചിട്ടില്ല പോലും ആരോ വിളിച്ചു പറയുന്നുണ്ട് അവിടെ നിന്ന്. അച്ഛൻ മരിച്ചിട്ടില്ല. ഇവർ പറയുന്ന ഇല്ല മരിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ മക്കൾ വിചാരിച്ചത് മരിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തൊരു കോപ്രായം കാണിക്കലാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്റെ നാട്ടിൽ തന്നെ പഞ്ചായത്തിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. അവിടെ പറഞ്ഞാൽ ശിവരാത്രി പോവാൻ എനിക്ക് മലബാറിന് പോകാൻ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു കല്യാണാലോചന വന്നു. വീരാപ്പേട്ട എന്നാ വന്നത്. അപ്പൊ അവരവിടെ SNDP യോഗത്തിന്റെ ആൾക്കാരാണ്. കല്യാണ നിശ്ചയം നടക്കുമ്പോൾ അവർ പറഞ്ഞു, അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ അവരോട് നിശ്ചയത്തിന്റെ സമയത്ത് പറഞ്ഞു, കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ SNDPന്റെ ഒരു ചടങ്ങുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോയിൽ വെച്ചിട്ട് ഒരു ചടങ്ങുണ്ട്, അത് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവർ പോയാൽ പറഞ്ഞു അതിനെന്താ പ്രശ്നം, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കല്യാണമെന്ന് അവരെല്ലാവരും അവർ പൂജാരിയും കാര്യങ്ങളെല്ലാം വന്നു. ബസ്സിൽ 2 ബസ്സിൽ ആളുകൾ വന്നു. കല്യാണത്തിന്റെ ചടങ്ങ് തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് അവർ SNDPന്റെ ഒരു ചടങ്ങുണ്ട്. ഇത് ഒരു അതൊന്നും ഇവിടെ പറ്റില്ല. അല്ല, അത് പിന്നെ ഇതൊരു പൂജയല്ലേ, എന്താ നിങ്ങൾ അങ്ങനെ പറയും? നമ്മൾ ഇതിനു വേണ്ടി അങ്ങനെ വന്നയാന്നൊക്കെ അവർ പറഞ്ഞു. ആരാ ഇത് സംഭവം തന്നിരുന്നു? ആ പെണ്ണിന്റെ അച്ഛൻ തന്നിരുന്നു പറഞ്ഞു. അന്ന് അച്ഛനെ വിളിച്ചുകൊണ്ടാകും. അപ്പോൾ മറ്റേ ബ്രാഞ്ച് അംഗങ്ങൾ ഓടിയിട്ട് അച്ഛനെ പിടിച്ചുകൊണ്ടു. അച്ഛൻ ബേക്കുന്ന എന്തോ കറിയിന്റെ ഉപ്പ് നോക്കുന്ന സമയത്ത് അയാൾ പിടിച്ചുകൊണ്ടിരുന്നു. ഇയാൾ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ശ്രീനാരായണ SNDPന്റെ പൂജ നടത്താൻ അനുവാദം കൊടുത്തണോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, എലിക്കുട്ടിക്ക് വറക്കും പോലെ വറക്കലാണ് അച്ഛന്. ഇയാളെ വീട്ടിൽ മോളെ കല്യാണത്തിന്റെ ചടങ്ങാണ്, അയാൾക്ക് വറക്കലാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാനന്ന് സമ്മതിച്ചു പോയിരുന്നു അച്ഛൻ. അപ്പൊ ഇവർ പറഞ്ഞു, അന്ന് കൊടുത്ത സമ്മതം ഇപ്പം പിൻവലിക്കണമെന്നോ. അത് വേണമെന്ന് വളരെ ദയനീയമായ അയാൾ ചോദിക്കുകയാണ്. അയാളുടെ പെണ്ണിനെ കൊണ്ടുപോണ്ട വീടാണ്, വീട്ടുകാരാണ്, അവർക്ക് കൊടുത്ത വാക്കാണ്. ആ പെണ്ണിന് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് ആ അച്ഛൻ വേദനയോടുകൂടി ചോദിക്കുന്നത് അത് വേണമെന്ന്. ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് ചെയ്തേ പറ്റൂ, നീ ഇപ്പൊ പിൻവലിക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, വരച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ അന്ന് നിശ്ചയത്തിന് തന്ന വാക്കിതാ പിൻവലിച്ചിരിക്കുന്നു. വാക്ക് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ഇവരെന്ത് ചെയ്തെന്നറിയോ? ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ എടുത്ത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഗണപതി യോഗത്തിന് വെച്ച സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടിലെ ആചാരം അനുസരിച്ചുള്ള ഒരു കല്യാണമുണ്ട്, പെണ്ണ് നിക്ക്, ചക്ക നിക്ക്, മാലയെടുക്ക്, ചോപ്പെടുക്ക്, മാലയിട്, അത് തന്നെ. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വന്ന ചെക്കന്റെ വീട്ടുകാര് പെണ്ണിനോട് ചോദിച്ചു, നീ ഞാള് വിളിച്ചാ വരുമോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ വരാതെന്ന് ചോദിച്ചു. എന്നാ പിന്നെ നീ വാ, വണ്ടി കയറുന്നു പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഭക്ഷണം കഴിക്കണ്ടേന്ന്. മോളെ, ഇടുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ പെണ്ണാണ് ഇപ്പോ, മാല ഇട്ടു, ഞങ്ങൾ പോവാണെന്ന്. 2 ബസ്സിൽ ആള് വന്നിരുന്നു. ആ വീട്ടിൽ നിന്ന്, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഈ 2 ബസ്സിൽ വന്ന വരന്റെ വീട്ടുകാർ മുഴുവനും ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാതെ അവർ പോയിട്ട് കാക്കയങ്ങാട് ഇരുട്ടി പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ വീരാപ്പേട്ടയിലേക്ക് പോയത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാത്രം ആ വിവാഹ ബന്ധം അലങ്കോലമായി. ആ ബന്ധ അലങ്കോലം, ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ദയനീയമായൊരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ വ്യക്തിപരമായ കുടുംബകാര്യങ്ങളിൽ പാർട്ടി ഇങ്ങനെ ഇടപെടുന്നത്? ഇത് RSS ആണോ? ആ പ്രദേശത്ത് RSS ഇല്ല. ഈ പറയുന്ന ആളെല്ലാം CPM-കാരാണ്. ആ പ്രദേശത്ത് RSS ഹിന്ദുത്വവാദികൾ ആരുമില്ല.
മട്ടന്നൂരിനടുത്തൊരു സ്ഥലമുണ്ട്, പരിയാരം എന്നാ പറഞ്ഞു സ്ഥലത്തിന്റെ പേര്, മട്ടന്നൂർ പരിയാരം. അവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മ മരിച്ചു. ആ അമ്മ NSSന്റെ പ്രവർത്തനത്തിൽ അവിടെ കുടുംബയോഗത്തിലൊക്കെ പോകുന്ന ഒരു അമ്മയായിരുന്നു. അവരുടെ മകൻ എന്നെ ഞാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ മരിച്ചു എന്നറിഞ്ഞിട്ട് മകൻ വിളിച്ചു പറഞ്ഞു അമ്മ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി, ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മരണാനന്തര ക്രിയക്ക് വേണ്ടിയിട്ട് മൃതശരീരം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ NSSന്റെ അവിടുത്തെ 1-2 മാഷന്മാരൊക്കെ ഉണ്ട്. NSSന്റെ യൂണിയൻ പ്രസിഡന്റ് മട്ടന്നൂർ സ്കൂളിലെ മാഷാണ്. അവർ റീത്തും കൊണ്ടുവരുന്നു. NSSന്റെ സ്റ്റെപ്പ് കയറാൻ നോക്കുമ്പോൾ, റീത്ത് കൊടുത്ത് സ്റ്റെപ്പ് കയറാൻ നോക്കുമ്പോൾ പാർട്ടിക്കാരെ വെച്ച് ഇതെവിടെ പോകുന്നു, ഇതാരതാ റീത്ത്? ഇവർ പറഞ്ഞു NSSന്റെ റീത്താണ്. NSSും KNSSും ഇവിടെ പാടില്ല, ഇത് പാർട്ടി ഗ്രാമമാണ്. അല്ല, അവർ പറഞ്ഞു അവർ നമ്മളെ പരിപാടിക്കെല്ലാം വരുന്ന NSSന്റെ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റെപ്പ് മാഷ് വെക്കാൻ നോക്കുമ്പോ ആ മാഷ് എടുക്കുന്ന റീത്ത് എടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞു. ആ റീത്ത് വെക്കാൻ പാർട്ടിക്കാർ സമ്മതിച്ചില്ല. ആ കുടുംബത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവർ പ്രവർത്തിക്കുന്ന സംഘടനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ടി സമ്മതിച്ചില്ല. ഇത് RSS അല്ല, NSS ആണ്. എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം, അവരുടെ റീത്ത് വെച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ചെറിയ സമുദായമുണ്ട് തളിപ്പറമ്പിൽ. അവിടെ ഇതുപോലെ ഒരു മരണം നടന്നു. അവരിതുപോലെ ഒരു റീത്ത് വെച്ചു. ആ റീത്ത് വെച്ച ആളുകളെ മരണ വീട്ടിൽ വെച്ച് അടിച്ചു. വളരെ പിന്നാക്കമായിട്ടുള്ള ഒരു സമുദായമാണ് ആ സമുദായത്തിന്റെ ആളുകളെ. അതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അടിച്ചത്. എന്നിട്ട് അവിടെ പാർട്ടിയുടെ സെക്രട്ടറി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ ഇതുപോലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതിയൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. എല്ലാ വിഭാഗങ്ങൾക്കും എതിരായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലത്തെ പഞ്ചപാവങ്ങളുണ്ടോ? അവർ ഈ സംഘർഷമൊക്കെ മൂർച്ഛിച്ച സമയത്ത് കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ പോയി. അവര് വളരെ ദയനീയമായി പിന്നീട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പോയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു സമാധാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്, സമാധാന ജാതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതിഭീകരമായ ഭീഷണിയായിരുന്നു. നിങ്ങളാണ് ഇനിയുടെ സമാധാനം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് ഭീഷണിയാണ്. അവരെ ആക്ഷേപിച്ച് അവമാനിച്ച് തിരിച്ചയച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് രക്ഷയുണ്ടോ? ആർക്കാണ് ഇവിടെ രക്ഷയുള്ളത്? അപ്പൊ ഇവിടെ അരിയിട്ട് വാഴ്ച നടത്തുന്ന രാഷ്ട്രീയ ജന്മികളുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ റാൻ മൂളിയിട്ട് അവർക്ക് പിന്തുണ നൽകുന്ന, അവരുടെ എല്ലാ തെറ്റുകൾക്കും ഹല്ലേലൂയ പാടുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്ന സ്ഥിതിയാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്. അത്തരം സ്ഥിതിവിശേഷങ്ങൾക്കൊക്കെ ഇപ്പോ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം, ആ പോരാട്ടം നടത്തിയൊരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം. ആ പോരാട്ടത്തിനിടയിൽ ഞങ്ങൾക്ക് 88 പ്രവർത്തകന്മാരെ CPMന്റെ കടാരക്കട ഇരയായിട്ട് കണ്ണൂർ ജില്ലയിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള, സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പോരാട്ടമാണ്. എന്റെ നാട്ടിൽ, എന്റെ വീട്ടിനടുത്ത് 70 വയസ്സുള്ള ഒരമ്മ, അമ്മ, അവരുടെ ബന്ധുവിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചാവശ്ശേരിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഉത്തമന്റെ ശവസംസ്കാരത്തിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് അവരുടെ ബന്ധുവായ ഈ അമ്മ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ് അമ്മ എന്ന 70-കാരിയെയും ആ വണ്ടി ഓടിച്ചിരുന്ന ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ജീപ്പ് ഡ്രൈവറെയും, പടിക്കച്ചാലിലുള്ള ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ജീപ്പ് ഡ്രൈവറെയും 2 പേരെയും ബോംബെറിഞ്ഞു വന്നു. ഒരമ്മയെ, നിരപരാധിയായ ഒരു ഡ്രൈവറെ. എത്ര ക്രൂരതയാണ്! ആ ഉത്തമനെ കൊന്നു. ആ ഉത്തമനെ കൊന്നപ്പോ ആ ഉത്തമന്റെ ഭാര്യ നാരായണി വിധവയായി. അവര് പിണറായിലാണ്, പിണറായി വിജയന്റെ വീട്ടിനടുത്താണ്. ചാവശ്ശേരിയിലാണ് ഉത്തമന്റെ വീട്, നാരായണി അമ്മയുടെ വീട് പിണറായിലാണ്, പിണറായി ടൗണിലാണ്. ആ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത വീടാണ്. അവരവിടെ താമസിക്കുകയാണ്. ഭർത്താവ് മരിച്ചവര്. പക്ഷേ 5-6 വർഷം മുമ്പ് ആ അമ്മയുടെ ഏക മകൻ രമിത്തിനെയും മാർക്സിസ്റ്റുകാർ കൊല ചെയ്തു. ഒരു സ്ത്രീ അവരുടെ മകനെയും കൊന്നു, അവരുടെ ഭർത്താവിനെയും കൊന്നു. ഇത്രയും ക്രൂരതകളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും, ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും ഈ നാട്ടിൽ നിൽക്കുന്ന
ഈ ഒരു ജനസമൂഹം എന്തിനു വേണ്ടിയാണ് ഇത് സഹിച്ചത്? ഈ നാട്ടിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഈ നാട്ടിൽ സംഘർഷം ഉണ്ടാകരുത്, സംഘർഷ സമയത്ത് സമാധാനമില്ലെങ്കിൽ ഈ നാട്ടിലെ അടുത്തു വരുന്ന തലമുറയോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് എല്ലാ തരത്തിലുള്ള സമാധാന ശ്രമങ്ങളുമായി ഈ പ്രസ്ഥാനം ചേർന്ന് നിന്നത്, സന്ധി സംഭാഷണം നടത്തിയത്. രണ്ട് കാര്യം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയിൽ നിന്നുള്ള രക്ഷയും മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമാധാന സംരംഭങ്ങളുമായി സഹകരിച്ചത്. അങ്ങനെ സഹകരിച്ച ഒരു പ്രസ്ഥാനത്തെയാണ് ഒരു വിഭാഗം വിശ്വാസികളെയാണ് ഈ നിലയിൽ ഏകപക്ഷീയമായി തുടർച്ചയായി വെല്ലുവിളിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സവർക്കറുടെ കാര്യം പറഞ്ഞു. സവർക്കർ ഷൂ നക്കിയെന്ന്. മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കെണിയിൽ വീഴുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ സംഭവം. സിനിമ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാരികയുണ്ട്, മാധ്യമം. ആ മാധ്യമം എന്ന് പറയുന്ന വാരികയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ വരികളുള്ള ഒരു കവിത വന്നു. ആ കവിതയിൽ ഇങ്ങനെയാണ് ആ കവിതയിലെ ഏകദേശം വരി: ഞങ്ങളുടെ പൂർവികന്മാരുടെ കുഴിമാടങ്ങൾ തുറന്നു നോക്കിയാൽ അവരുടെ നെഞ്ചിൽ, ഞങ്ങളുടെ പൂർവികന്മാരുടെ കുഴിമാടങ്ങൾ തുറന്നു നോക്കിയാൽ അവരുടെ നെഞ്ചിൽ നിങ്ങൾ ചവിട്ടിയ ബൂട്ടുകളുടെ പാടുകൾ കാണാം. ആ ബൂട്ടുകൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ ഇവിടത്തെ ഹിന്ദുത്വ ഭീകരന്മാർ നക്കിയ പാടുകൾ കാണാം. അതായിരുന്നു കവിത. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയായ മാധ്യമത്തിൽ വന്നൊരു കവിതയാണ്. അങ്ങനെ ഒരു കവിത അതിൽ വന്നപ്പോ ആ കവിത അവര് നെറേറ്റീവായിട്ട് ആഖ്യാനമായി ഉയർത്തിപ്പിടിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഷൂ നക്കി എന്ന് പറഞ്ഞിട്ട് ഹിന്ദുത്വ ഭീകരർ ഷൂ നക്കി എന്നൊരു പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ആ പ്രചരണത്തിൽ ആ സിനിമയിലെ ഷൂ നക്കലും ഈ ഷൂ നക്കലും തമ്മിൽ മാർക്സിസ്റ്റുകാര് അവരെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കെണിയിൽ വീണ് അവർ സവർക്കറാണ് ഷൂ നക്കിയത് എന്ന് പറഞ്ഞ് പ്രചരണം ആരംഭിച്ചു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ആളുകൾ ആരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കണം. സാവർക്കർ, വീരവിനായക ദാമോദര സവർക്കർ, അദ്ദേഹത്തിനെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു മനുഷ്യനെ മാത്രമേ ഒരൊറ്റ വിധിയിൽ 2 തവണ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളൂ. അത് വീരവിനായക ദാമോദര സവർക്കറാണ്. 50 കൊല്ലത്തെ തടവാണ്. ആ 50 കൊല്ലം തടവ് ശിക്ഷ വിധിച്ചിട്ട് അദ്ദേഹത്തെ കാലാപാനി എന്ന് പറയുന്ന ആൻഡമാനിലെ ജയിലിലേക്ക് നാടുകടത്തുകയാണ്. 12 കൊല്ലം, കൃത്യം 12 കൊല്ലം അദ്ദേഹത്തിന് അവിടുത്തെ ജോലി ചക്ക് കാളയെപ്പോലെ മനുഷ്യൻ ചക്കിലാട്ടുകയായിരുന്നു. ഒരു മനുഷ്യന്റെ കഴുത്തിൽ നുകം വെച്ച് ചക്കിലാട്ടുകയായിരുന്നു അവിടുത്തെ പണി. നിങ്ങൾ അറിയേണ്ടത്, ഈ സാവർക്കർ എന്ന് പറയുന്ന ആൾ ഏറ്റവും ഉയർന്ന നിലയിൽ 1ാം റാങ്കോടുകൂടി LLB പാസ്സായ ആളാണ്. പഠിച്ച എല്ലാ പരീക്ഷയിലും ഗോൾഡ് മെഡലോടെ പാസ്സായ ആളാണ് ഈ ദാമോദര സവർക്കർ. അങ്ങനെയുള്ള മനുഷ്യനെ കലാപാനി എന്ന് പറയുന്ന ജയിലിലടച്ചിട്ട് 12 കൊല്ലം ചക്കിലാട്ടിയിട്ട് മനുഷ്യനെ ചക്കിലാട്ടി 6 കൊല്ലവും കൂടി അദ്ദേഹം അവിടെ ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പോകുന്ന സമയത്ത്, മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത്, അദ്ദേഹം കപ്പലിലെ കക്കൂസിന്റെ വഴിയിലൂടെ, ദ്വാരത്തിലൂടെ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. വേറെ രാജ്യത്ത് നിന്ന് അദ്ദേഹം പിടിക്കപ്പെട്ടു. പിന്നീട് അവര് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം 18 വർഷത്തിന് ശേഷം 9 വർഷം വീട്ടു തടങ്കിൽ വെച്ച് 27 കൊല്ലം തടങ്കലിൽ കഴിഞ്ഞ ഒരു മനുഷ്യനെതിരായിട്ടാണ്, ഷൂ നക്കിയ ആളാണ് എന്ന് ഈ സവർക്കറെ കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ആ സവർക്കറാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ തടവറയിൽ ചുമരിൽ ചക്കാട്ടിക്കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ
കരിങ്കൽ കഷണം എടുത്തുകൊണ്ട് ചുവരുകളിൽ എഴുതിയിട്ട് അത് സഹതടവുകാരെ കുറിച്ച് പാടി പഠിപ്പിച്ച് പുറത്തു വന്ന് മറ്റുള്ളവരെ ചൊല്ലിക്കേൾപ്പിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് 1857 സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എന്ന് പറയുമ്പോൾ, അങ്ങനെ ത്യാഗോജ്വലമായ ധീരമായ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവരെ അപമാനിക്കുന്ന തൂക്കുമരത്തിൽ തൻകളനാളം തൻകയ്യാലെ ചേർത്ത് പുഞ്ചിരി തൂകി ഇഞ്ചിഞ്ചായി രാഷ്ട്രത്തിനു വേണ്ടി സ്വാതന്ത്ര്യബോധത്തിന്റെ വടഭക്തിയായി ഭാരതമാതാവിന്റെ തൃച്ചേവടികളിൽ സ്വന്തം ജീവിതം സമർപ്പിച്ച, യൗവനം സമർപ്പിച്ച, വിദ്യാഭ്യാസം സമർപ്പിച്ച, സർവ്വതം സമർപ്പിച്ച ഈ ഭാരതാമ്മക്ക് വേണ്ടി ജീവിച്ച മരിച്ച അത്തരം ആളുകളെ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ബോർഡൊക്കെ വെക്കുന്നതെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ കെണിയിൽ വീണ ഇവിടുത്തെ സാഖാക്കന്മാരുടെ തലമണ്ടയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? സാവർക്കർ എന്ത് ദോഷമാണ് നിങ്ങൾക്ക് ചെയ്തത്? എന്ത് ദോഷമാണ് ചെയ്തത്? അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനായിരുന്ന പ്രസിഡന്റായിരുന്ന ആളാണ് നിങ്ങളുടെ സോമനാഥ് ചാറ്റർജിയുടെ പിതാവ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബംഗാളിൽ ജയിച്ച ആളാണ്. പിന്നീട് ഞാൻ അതിലേക്കൊന്നും പോവുകയല്ല. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്തായിരുന്നു ചെയ്തത്? കമ്മ്യൂണിസ്റ്റുകാരെന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തെ മുഴുവൻ ഒറ്റുകൊടുത്തുകൊണ്ട് പ്രവർത്തിക്കായിരുന്നില്ലേ? നിങ്ങൾ വായനാശീലമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ, CPI-ക്കാരുണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ഒരു പേര് പറയാം. കെ മാധവൻ, കാസർഗോഡുകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടൊക്കെ പങ്കെടുത്ത ആളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തെറ്റിയതല്ലേ? എന്താ തെറ്റാൻ കാരണം? ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റാൻ കാരണം അതാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ ചരിത്രം പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഏതായാലും ക്വിറ്റ് ഇന്ത്യ സമരത്തേക്ക് ഒറ്റുകൊടുത്ത, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത, വിശദമായി വായിക്കുക. കൊടും ചതിയുടെ ക്രൂരരേഖകൾ എന്ന് പറഞ്ഞിട്ട് അരുൺ ഷൂറി എഴുതിയ പുസ്തകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്ത, പാദസേവ ചെയ്തതിന്റെ ചരിത്ര രേഖകൾ വെച്ചുകൊണ്ട്, ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ രേഖകൾ വെച്ചുകൊണ്ടുള്ള പുസ്തകമാണ് കൊടും ചതിയുടെ ക്രൂരരേഖകൾ. അരുൺ ഷൂറി എന്ന് പറയുന്ന പ്രശസ്ത പത്രപ്രവർത്തകർ എഴുതിയ പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ വഞ്ചനയെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്താ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്? ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് ഗാന്ധി എന്താക്കി? ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്. നമ്മുടെ നേതാവ് അല്ലി ചട്ട ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്നാണ് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വിളിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ഇതുപോലെ ആക്ഷേപിച്ച, അപമാനിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാമ്പ്യന്മാരൊക്കെ ആയിട്ട് വന്നിട്ട് അന്ന് ജീവനും ജീവിതവും സമർപ്പിച്ച ഇത്തരം ധീരന്മാരായ ആളുകളെ കുറിച്ച് ഇതുപോലെ വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരെ പ്രീണിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പണ്ട് ആ സിനിമയിൽ പറഞ്ഞതുപോലെ വിദേശത്ത് പോയിട്ട് പുറത്തു പറയാൻ പറ്റാത്തപ്പോ കക്കൂസ് കയറിയിട്ടെങ്കിൽ ആ സിന്ദാബാദ് വിളിച്ചിട്ടില്ലേനോ ഒരു കഥാപാത്രം? അതുപോലെ വീട്ടിലെ കക്കൂസ് മുറിയിൽ ഇരുന്നെങ്കിലും ഒന്നാലോചിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും തിരിച്ചറിവ് കുറച്ചു കിട്ടും. അതുകൊണ്ട് ഇത് ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു പരിപാടിയാണ്. ഒരുപാട് കാലമായി അനുഭവിക്കുന്ന, സഹിക്കുന്ന, വേദനിക്കുന്ന, പ്രതിഷേധിക്കുന്ന ആളുകളുടെ അവരുടെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ എല്ലാവർക്കും അവരവരുടെ വിശ്വാസമുണ്ട്, പ്രസ്ഥാനമുണ്ട്, മതമുണ്ട്, ജാതിയുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാമുണ്ട്. അതിനനുസരിച്ച് ജീവിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന, അംബേദ്കറുടെ ഭരണഘടന നമുക്ക് തന്ന അവകാശമാണ്. ആ അവകാശത്തിന്റെ മുറത്തിൽ കയറി കൊത്തരുത്. ആ അവകാശത്തെ നിഷേധിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമായി പോവുക, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസമായി പ്രവർത്തിക്കട്ടെ. അതിന്റെ മേലെ അക്രമം പാടില്ല. പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പെർമിഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ആരാണ് ആദ്യം പെർമിഷൻ തന്നത്? അവർക്ക് പെർമിഷൻ കൊടുക്കണം. പിന്നെ വരുന്നവരോട് പെർമിഷൻ കൊടുത്തുപോയി. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കൊരു ന്യായം നോക്കണ്ടേ? നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ആകാം. അതേ ദിവസം തന്നെ വേണമെന്നുണ്ടോ? ഇനി നടത്തണമെങ്കിൽ അവര് തുടങ്ങാൻ തീരുമാനിച്ച ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് മാറ്റാൻ പറ്റുമോ? ശ്രീകൃഷ്ണൻ ജനിച്ചത് അഷ്ടമി രോഹിണി ദിവസം നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ലല്ലോ.
ആ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ബാലഭവനം നടത്തുന്ന ശോഭയാത്ര മാറ്റാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് ഒരു സ്ഥലം അല്പം ഒന്ന് മാറ്റിയാൽ എന്താ പ്രശ്നം? അതാരെ കൈകാര്യം ചെയ്യേണ്ടത്? അത് കൈകാര്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പോലീസ് അധികൃതരാണ്. അവർ തന്റെ ഇടത്തോടു കൂടി അവരോട് പറയണം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഈ കുട്ടികളുടെയൊക്കെ പരിപാടിയാണ്, ആ പരിപാടി ദിവസം തന്നെ അതേ സമയം തന്നെ അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചെയ്തൊരു സംഘർഷം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ഭരണകക്ഷിയാണ്, നിങ്ങളുടെ പാർട്ടിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന നിങ്ങളാണ്, ബ്ലോക്ക് ഭരിക്കുന്ന നിങ്ങളാണ്, ജില്ല ഭരിക്കുന്ന നിങ്ങളാണ്, സംസ്ഥാനം ഭരിക്കുന്ന നിങ്ങളാണ്. അതിന്റെ മേലെ അവർ ഭരിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആ നിലയിൽ കൈകാര്യം ചെയ്യണം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടിയാണ്, എത്രയോ വർഷമായി നടക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് ശരിയായ രീതിയിൽ സമാധാനത്തോടുകൂടി അത് നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടിയിരുന്നത് പോലീസാണ്. പക്ഷെ പോലീസ് ദുർബലമായി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അരുനിൽക്കുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് പോകരുത് എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. പോലീസിനെ ദുരുപയോഗിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. അരുതാത്തത് പലതും നടന്നിട്ടുണ്ട്. ഇവിടെ ആയിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശശി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മണ്ഡലക്കാരോ കൊലയപ്പെട്ടു. ആയിത്തറയിൽ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. വീട് നല്ല ആളുകൾ പോയിട്ടുണ്ട്. 100-300 ആളുകൾ വളഞ്ഞിട്ടാണ് ശശീന ആയിത്തറയിൽ വെച്ചിട്ട് രാവിലെ 300-ലധികം ആളുകൾ വന്നിട്ടാണ് ശശി ആക്രമിച്ചു വന്നത്. ശശി ആക്രമിച്ചു വന്നത് 7 മണിക്കാണ്, 7:10. 7:10 ശശി മരിക്കുന്നത്, തട്ടോർമിലെ ശശി. അതിനുശേഷം ഒരു 8:10 ആകുമ്പോഴത്തേക്ക് അവിടെയുള്ള ചില ആളുകൾ, ശശി അവരുടെ അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു, അവർ ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, വീടുകൾക്ക് നേരെ ഒരു 5-10ഓളം വീടുകൾക്ക് നേരെ ആക്രമണമൊക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ആ സംഭവത്തിൽ പോലീസ് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാം? പോലീസ് 7:10 മരിച്ച ശശി 8:10 മരിച്ചുവെന്നും 7:10 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നും ആ ആക്രമണത്തിൽ ഈ ശശിയും പങ്കെടുത്തിരുന്നെന്നും ശശിയുടെ നേതൃത്വത്തിലാണ് വീടാക്രമണം നടന്നതെന്നും FIR ടൈം മാറ്റി. മരിച്ച ശശി 1 മണിക്കൂർ മുമ്പ് വീടാക്രമണത്തിൽ പങ്കെടുത്തുവെന്ന് FIR തിരുത്തി. അന്ന് ഹൈക്കോടതിയിൽ അടക്കം കേസ് പോയിട്ടാണ്, വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണ്. ഏറ്റവും നീതികേട്, ഒരു കാലത്തും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം FIR എന്നൊക്കെ പറയുന്നത് അതിന് എത്ര പവിത്രതയുണ്ട്, എത്ര പാവനതയുണ്ട് പോലീസിന്റെ ഭാഷ്യത്തിൽ. അതൊക്കെ തിരുത്താൻ പാടുണ്ടോ? ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം കോടതി വരെ അതിശക്തമായി വിമർശിച്ചതിന് ശേഷമാണ് അത് മാറ്റിയത്. അത്തരം സാഹചര്യമൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ പോയി, ആ കാലവും പോയി. ആ കാലത്ത് കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ കാലം, ആ നിലയിലല്ലോ നമ്മുടെ നാട്ടിലെ സാഹചര്യം. അതുകൊണ്ട് പോലീസ് അവർക്ക് നിശ്ചയദാർഢ്യത്തോടു കൂടി പോലീസ് ഇതുപോലെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്രൂരതകൾ. ഒരു കേസിൽ FIR-ഓ മൊഴിയോ ഒരു തരത്തിലുള്ള എവിഡൻസും ഇല്ലാതെ എന്നെ 2 കൊലക്കേസിൽ പെടുത്തിയിട്ടുണ്ട്. ഒരു മൊഴിയുള്ള എവിഡൻസ് ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഇത്? മേലെ എന്നുള്ള ഓർഡറാണോ? മേലെ എന്നുള്ള ഓർഡർ മർഡർ കേസിൽ പ്രതിയാക്കിയാണ്. മർഡർ കേസ് പ്രതിയാക്കിയാണ് 2 കേസിൽ എന്നെ. അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. പ്രിൻസ് അബ്രഹാം ഇപ്പൊ പിരിഞ്ഞു, വയനാട്ടുകാരനാണ്. മുഖത്തെയൊക്കെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും എവിഡൻസ് എനിക്കെതിരായിട്ടുണ്ടോ? സാക്ഷിമൊഴിയുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ പോലുള്ള ഒരാളെ ഒരു കൊലക്കേസിൽ നിങ്ങൾ പെടുത്തുന്നത്? അത് മേലെ എന്നുള്ള ഓർഡറാണ്. എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. തിരിച്ചു വന്നിട്ട് അന്ന് ഒരു ദിവസം വന്നിട്ട് അച്ഛന്റെ ചിതക്ക് തീ കൊളുത്തിയിട്ട് അന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. 89 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ മരിച്ച ആ സമയത്ത് വേദനിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളുടെ ഒരു നിമിഷം പോലും കഴിയാൻ അനുവദിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ സംഘത്തിന്റെ പ്രവർത്തകന്മാർ. എന്റേത് വളരെ 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 ചെറിയ ഒരു വിഷമമാണ്. കുടുംബത്തിൽ ഭർത്താവ് പോയ, മകൻ പോയ, മക്കൾ പോയ, അങ്ങനെ നിരവധി കണ്ണുപോയ, കൈ പോയ, കാല് പോയ, അങ്ങനെ പലതുമുണ്ട്. ഞാൻ പറയുന്നു, അപ്പുറത്തും ഉണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഒരു യുദ്ധമാകുമ്പോ, ഒരു പോരാട്ടമാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ കണ്ടല്ലേ, അതൊക്കെ വേണ്ടെന്ന് വച്ചല്ലേ നമ്മൾ ഈ നിലയിലുള്ള ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം ലംഘിക്കുന്നത് ശരിയാണോ? സമാധാനം ലംഘിക്കുന്നത് ശരിയാണോ? ആ കാലഘട്ടത്തിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ ആളുകൾ, വിവേകികൾ ചിന്തിച്ച് ഈ അക്രമികളെ നേർവഴിക്ക് നയിച്ച് സമാധാനവും ശാന്തിയും സ്വാതന്ത്ര്യവും ഈ നാട്ടിൽ പുലർന്നുകൊണ്ട്
എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കണമെന്നും മതപരമായ വിശ്വാസങ്ങളിൽ ആ വിശ്വാസങ്ങളിൽ കയ്യേറുന്ന പ്രത്യയശാസ്ത്രപരമായ വിശ്വാസങ്ങൾ കയ്യേറുന്ന ഈ സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സനാതന ധർമ്മം സനാതനമാണ്. അത് നിങ്ങളുടെ ഗോഗോ വിളികൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല. സനാതനം എന്ന പദത്തിന്റെ അർത്ഥം നാശമില്ലാത്ത എന്നാണ്. ആയിരക്കണക്കിന് വർഷമായി ഇത് നിലനിൽക്കുകയാണ്. ആയിരക്കണക്കിന് വർഷമായി ഈ നാട്ടിലേക്ക് തിരമാലകളെ പോലെ ഇരമ്പിയാർത്തു വന്ന വൈദേശിക ശക്തികൾ, മതശക്തികൾ ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഇതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമികൾ പല ഭാഗത്തു നിന്ന് വന്നിട്ടും ഇതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോഴും സനാതനമായി നിലനിൽക്കുന്നതാണ്. ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയും ഇത് സനാതനമായി നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഊച്ചാടിത്തരം കൊണ്ടൊന്നും ഈ സനാതന ധർമ്മത്തെ ഒരു പോറിലും ഏൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.